1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ തിരുവെഴുത്താണ് ഇന്ന് രാത്രിയും നാളെ രാത്രിയും നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുവാൻ കർത്താവിൻ്റെ നാമത്തിൽ ശരണപ്പെടുന്നത്. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. എല്ലാ ദൈവമക്കളും ഒരുമിച്ച് ചേർന്ന വചനം പറയാൻ പോകുകയാണ്. തുറക്കാമോ? ദൈവവചനം തുറന്നേ. ദൈവവചനം തുറക്കാനേ നമുക്ക് അധികാരമുള്ളൂ. ഹൃദയങ്ങളെ തുറക്കുന്നത് യേശുവാണ്. അപ്പോസ്തലനാകുന്ന പൗലൂസ് പുഴവക്കത്ത് ഫിലിപ്പിയിൽ പ്രസംഗിക്കുമ്പോൾ ദൈവവചനം പ്രസംഗിച്ചതാണ്. ലുദിയായുടെ ഹൃദയത്തെ കർത്താവ് തുറന്നു. പെരുങ്കടവിള ദേശത്ത് നമ്മൾ തിരുവെഴുത്ത് തുറന്ന് ഇന്ന് ആ വചനം ഒരുമിച്ച് സഭയായി നമ്മൾ ഡിക്ലെയർ ചെയ്യാൻ പോവുക. ഒരുമിച്ച് വായിച്ച്, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഹല്ലേലൂയ. എന്നും എവിടെയും എക്കാലവും ഉയർത്തി കാണിക്കാൻ കഴിയുന്ന അതിശക്തമായൊരു സബ്ജക്റ്റാണ് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. എന്നോട് കർത്താവിൻ്റെ ദാസൻ ഷാജി പാസ്റ്റർ പ്രത്യേകം പറഞ്ഞു, നമുക്ക് വേണ്ടത് യേശുവിൻ്റെ ക്രൂശിൻ്റെ ശക്തിയാണ്. അതിനെ ഈ മാർക്കറ്റിൽ ഉയർത്തിയേ മതിയാകുകയുള്ളൂ. ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളിൽ പലരോടും പറഞ്ഞു, ഇന്ന് രാത്രി ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഉയർത്താനുള്ള കൃപ കർത്താവ് തരണം. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നാം ഒരുമിച്ച്, ഞാൻ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ ഒരു പ്രതിപുരുഷൻ എന്നതുപോലെ എൻ്റെ ക്രിസ്തുവിന് പകരം ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് യേശുവിൻ്റെ ക്രൂശിനെ ഈ രാത്രി ഉയർത്തുന്നതിൽ അഭിമാനമുള്ള ദൈവമക്കൾ ഉണ്ടെങ്കിൽ ഒന്ന് സ്തോത്രം ചെയ്യാമല്ലോ. നമ്മുടെ തറവാട് മുഴുവൻ വിറ്റാലും തീരാത്ത പാപത്തിൻ്റെ കടം ചങ്കിലെ ചോരയായി ദൈവനീതിക്ക് മറുവിലയായി വെച്ച് കെട്ടി എന്നെ വിടുവിച്ചതാ ക്രൂശിൻ്റെ സ്നേഹം. അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാത്രി ഇത് ഉയർത്താതിരിക്കാൻ ഒക്കത്തില്ല. ഇതെവിടെയെല്ലാം ഉയരുമോ അവിടെയെല്ലാം സുവിശേഷം ചിലരെ ആകർഷിക്കുവാനിടയായി തീരും. അതുകൊണ്ടാണ് യേശു പറഞ്ഞ, എന്നെ ഉയർത്തിയാൽ മതി, ഞാൻ ആകർഷിക്കാനുള്ളവരെയെല്ലാം ആകർഷിക്കും. അതുകൊണ്ട് ഇന്ന് രാത്രി ക്രൂശിൻ്റെ ശക്തിയെ ഇവിടെ ഉയർത്തുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ്, ക്രൂശിലേക്ക്, ക്രൂശിക്കപ്പെട്ടവനിലേക്ക്, യേശുവിലേക്ക് ഇന്ന് രാത്രി ചിലതിനെ ആകർഷിക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളാണ്. ഞാൻ പറയാതെ തന്നെ കരം തട്ടി തുടങ്ങിയത്. ആ സ്നേഹം അകത്ത് കയറിയ ദൈവമക്കൾ ഒന്നിച്ച് ചേർന്ന ഈ രാത്രി ഈ മാർക്കറ്റിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കുമെന്നുള്ള ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലെ പ്രവചനത്തിൻ്റെ നിവൃത്തി എന്ന വണ്ണം പുതിയ നിയമത്തിൽ യേശു കർത്താവ് ഭൂജാതനാവുകയാണ്. ബേത്ലഹേം എന്ന് പറയുന്ന ആ ചെറിയ പട്ടണത്തിൻ്റെ അകത്ത് എൻ്റെ യേശു ഭൂജാതനാവുകയാണ്. പഴയ നിയമത്തിൻ്റെ പ്രവചനങ്ങൾ മുഴുവൻ നിറവേറ്റിക്കൊണ്ട് സ്ത്രീയുടെ സന്തതിയായി യേശു കർത്താവ് പിറന്നു വീഴുകയാണ്. പിറന്നു വീഴുവാൻ സ്ഥലമില്ലാത്തവനായി മാറിയോ എൻ്റെ യേശു? ആ പിറവിയെടുത്ത ഏറിയകൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും. ഞാൻ എഴുതിയ ഒരു പാട്ടിൻ്റെ വരിയിൽ ഇങ്ങനെയുണ്ട്, പിറന്നു വീഴുവാൻ സ്ഥലമില്ലാത്തവൻ തൻ പ്രിയ എനിക്കായി സ്ഥലം ഒരുക്കാൻ സ്വർഗേ പോയി. പിറന്നു വീഴാൻ സ്ഥലമില്ല, പക്ഷെ അവൻ പോകാൻ നേരത്ത് പറഞ്ഞു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കാം. ഹല്ലേലൂയ. ജോസഫും മറിയുമായി വന്നപ്പോൾ ആ സത്രത്തിൽ പലർക്കും ഇടമുണ്ടെങ്കിലും ദൈവപുത്രന് ജനിക്കുവാൻ സ്ഥലം ഇടമില്ലായിരുന്നു. ആമീൻ എന്ന് ബൈബിൾ പറയുന്നു. എവിടെ ജനിച്ചു എന്ന് നമുക്കറിയില്ല, പക്ഷെ കിടത്തിയത് പശുക്കൂട്ടിലായിരുന്നു, പുൽത്തൊഴുത്തിലായിരുന്നു എൻ്റെ യേശു കർത്താവിനെ കിടത്തിയതെന്ന് ബൈബിൾ പറയുന്നു. ആമീൻ. നമ്മുടെ കേരളക്കരയിൽ ജീവിച്ചിരുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭക്തൻ എഴുതിയ വരിക്കകത്ത് ഇങ്ങനെയുണ്ട്, അരക്കാശിനും മുതലില്ലാതെ തല ചായ്പാൻ സ്ഥലമില്ലാതെ 33.5 തിരുവയസ്സ് വരെ ഈ ഉലകത്തിൽ അലഞ്ഞ നസറായനായി യേശു. ഇന്ന് രാത്രി ഞാൻ യേശു കർത്താവൻ ഇവിടെ പ്രസംഗിക്കുമ്പോൾ അല്പം അഭിമാനത്തോടു കൂടിയാണ് ഞാൻ എൻ്റെ യേശുവിനെ ഉയർത്തുന്നത്. കാര്യം എന്നെ ഇങ്ങനെ ഇവിടെ നിർത്തിയത് മറ്റാരുമല്ല, എൻ്റെ യേശുവിൻ്റെ സ്നേഹം മാത്രമാണ്. ആ സ്നേഹം തേടി വന്നില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു നമ്മുടെ സ്ഥിതി? ആ സ്നേഹം നമ്മെ തൊട്ടില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു നമ്മുടെ അവസ്ഥ? നമ്മെ ഇങ്ങനെ ആക്കിയത് മറ്റൊന്നുമല്ല, പണമല്ല, പണമഹിമയല്ല, ബലമല്ല, കരബലമല്ല, ആൽബലമല്ല, പിടിപാടല്ല, സഹായിപ്പാൻ ആരോ ഉണ്ടായിരുന്നത് കൊണ്ടുമല്ല എന്നെ ഇവിടെ നിർത്തിയത്. നിങ്ങളെ ഇവിടെ ഇങ്ങനെ ഇരുത്തിയത് മറ്റാരുടെയും സ്നേഹമല്ല, യേശുവിൻ്റെ സ്നേഹമാണെന്ന് ഉറപ്പിച്ച ദൈവമക്കൾ ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഉലകസ്ഥാപനത്തിൻ മുൻപുളവായൊരൻപാൽ
തിരഞ്ഞെടുത്തവൻ നമ്മെ തിരുമുൻപിൽ വസിപ്പാൻ. ഉലക സ്ഥാപനത്തിൽ മുൻപുളവായൊരൻപാൽ തിരഞ്ഞെടു അവൻ നമ്മെ തിരുമുൻപിൽ വസിപ്പാൻ. തിരഞ്ഞെടുത്തവൻ നമ്മെ തിരഞ്ഞെടു അവൻ നമ്മെ തിരഞ്ഞെടു അവൻ നമ്മെ തിരുമുൻപിൽ വസിപ്പാൻ. മഹൽ സ്നേഹം മഹൽ സ്നേഹം പരലോക പിതാവുതൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞോ. മഹൽ സ്നേഹം മഹൽ സ്നേഹം പരലോക പിതാവുതൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞോ. മകനെ മരിപ്പതിനായി മകനെ മരിപ്പതിനായി മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞോ. മഹൽ സ്നേഹം മഹൽ സ്നേഹം പരലോക പിതാവുതൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞോ. ഹല്ലേലൂയ. എത്ര മനോഹരമായ വരികളാണല്ലേ. അതറിയാവുന്നവർ എത്ര പേര് ഇതിൻ്റെ അകത്തുണ്ട്? ഓക്കെ, ഇത്രയും പേർക്ക് അറിയാമെങ്കിൽ അടുത്ത വരിയോടെ പാടിയിട്ട് പോയാൽ മതി. മലിനത മാറി നമ്മൾ മഹിമയിൽ വിളങ്ങാൻ മാനുവേലിൻ നിണം ചിന്തി നരരെ വീണ്ടെടുപ്പാൻ. മാറി നമ്മൾ മഹിമയിൽ വിളങ്ങാൻ മാനുവേലിൻ നിണം ചിന്തി നരരെ വീണ്ടെടുപ്പാൻ. മാനുവേലിൽ നിണം ചിന്തി മാനുവേലിൻ നിണം ചിന്തി മാനുവേലിൻ നിണം ചിന്തി നരരെ വീണ്ടെടുപ്പാൻ. മഹൽ സ്നേഹം മഹൽ സ്നേഹം പരലോക പിതാവുതൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞോ. മഹൽ സ്നേഹം മഹൽ സ്നേഹം പരലോക പിതാവുതൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞോ. ഹല്ലേലൂയ. താങ്ക് യു മക്കളെ, താങ്ക് യു സോ മച്ച്. ആമേൻ. നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്തൊന്ന് കൈയടിച്ച് കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്തു. പോരല്ലോ, നന്നായിട്ട് കൈ ഒന്ന് തട്ടി ദൈവത്തിന് സ്തോത്രം ചെയ്തു. പിറന്നു വീഴുവാൻ സ്ഥലമില്ലാത്തവൻ തൻ പ്രിയ എനിക്കായി സ്ഥലം ഒരുക്കുവാൻ സ്വർഗ്ഗത്തിൽ പോയി. ബേത്ലഹേമിൽ ജനിച്ചവൻ നസറത്തിൽ 30 ആണ്ട് വളർന്നു. തിരുവെടുത്ത് പറയുന്നു, 30-ാമത്തെ വയസ്സിൽ നസറായനായ യേശു നസറത്തിൽ നിന്ന് കാൽനടയായി യാത്ര ചെയ്ത് യോർദാനോളം എത്തി. യേശു കർത്താവിന് വഴിയൊരുക്കുവാൻ വേണ്ടി ഭൂമിയിൽ ഇറങ്ങി വന്നവനാണ് യോഹന്നാൻ എന്ന് പറയുന്ന മനുഷ്യൻ. യോഹന്നാൻ്റെ ജനനം വ്യത്യസ്തമായിരുന്നു, യോഹന്നാൻ്റെ വളർച്ച വ്യത്യസ്തമായിരുന്നു, യോഹന്നാൻ്റെ പ്രസംഗ ശൈലി വ്യത്യസ്തമായിരുന്നു, യോഹന്നാൻ്റെ പ്രസംഗം വ്യത്യസ്തമായിരുന്നു, യോഹന്നാൻ്റെ പ്രസംഗ സബ്ജക്റ്റ് വ്യത്യസ്തമായിരുന്നു, യോഹന്നാൻ്റെ മിനിസ്ട്രി ഫീൽഡ് വ്യത്യസ്തമായിരുന്നു, യോഹന്നാൻ്റെ അന്ത്യം വ്യത്യസ്തമായിരുന്നു, യോഹന്നാൻ്റെ അടക്കം വ്യത്യസ്തമായിരുന്നു. യേശുവിന് വഴിയൊരുക്കുവാൻ വന്നവൻ അങ്ങനെയാണ്. യോർദാനിൽ സ്നാനപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്ന സമയമാണ് യേശു കർത്താവ് കാൽനടയായി നടന്നു വരുന്നത്. 100 കണക്കിന് പേർ സ്നാനമേൽക്കുന്നതിൻ്റെ ഇടയിൽ നസറായനായ യേശു കർത്താവ് സ്നാനമേൽക്കുവാൻ വേണ്ടി വരികയാണ്. എല്ലാവരെയും കരമുയർത്തി വെള്ളത്തിൽ സ്നാനപ്പെടുത്തിയ യോഹന്നാൻ്റെ കരം യേശുവിനെ കണ്ടപ്പോൾ താന്നുപോയി. കൈകൂപ്പി യോഹന്നാൻ കരയുന്നത് പോലെ തോന്നും, നീ എന്നെ സ്നാനപ്പെടുത്തണം. യേശു പറഞ്ഞല്ലോ, അങ്ങനെയല്ല, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് എനിക്കും ഉചിതമാ, നിനക്കും ഉചിതമാ, നമുക്കും ഉചിതമാ. സ്നാന ശുശ്രൂഷ നടക്കുന്നവൻ സ്നാനമേറ്റ് വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ സ്വർഗം തുറക്കുന്നു. പരിശുദ്ധാത്മാവ് പ്രാവെന്നതുപോലെ പറന്ന് ഇറങ്ങി യേശുവിൻ്റെ മേൽ ആവസിക്കുകയാണ്.
സ്വർഗത്തിൽ നിന്നൊരു അറ്റസ്റ്റേഷൻ, പിതാവിൻ്റെ ഒരു ശബ്ദം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. സ്നാനമേറ്റ ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. അടഞ്ഞു കിടക്കുന്ന സ്നാനജലത്തിൻ്റെ വാതിൽ പെരുങ്കടവിള ദേശത്തിന് വേണ്ടി ഇന്ന് രാത്രി സഭയ്ക്കായി ഞാൻ വലിച്ചു തുറക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആയിരങ്ങൾ സ്നാനമേൽക്കട്ടെ. ആയിരങ്ങൾ, പതിനായിരങ്ങൾ ദൈവസഭയോട് ചേർന്ന് ആരാധിക്കുന്ന അന്ത്യകാല ഉണർവിലേക്ക് ദൈവം സഭയെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ബൈബിൾ പറയുന്നു, യേശു യോർദാൻ വിട്ട് ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി. നീളക്കുപ്പായവും നീലനിലയങ്കിയും നടുക്കിട്ടും മരക്കെട്ടുമൊക്കെ കെട്ടി, യഹോവയ്ക്ക് വിശുദ്ധമെന്നുള്ള നെറ്റിപ്പട്ടമൊക്കെ കെട്ടി, മാർപ്പതക്കവും ഏഫോദുമൊക്കെ ധരിച്ച് 2 ചുമൽക്കണ്ടങ്ങളിൽ 6 ഗോമേതക കല്ലുമൊക്കെ കൊത്തി. ആ ഗോമേതക കല്ലിൽ 12 ഗോത്രപിതാക്കന്മാരുടെ പേരുകൾ മുഴുവൻ കൊത്തി. രൂബേൻ, ശിമിയോൻ, ലേവി, യഹൂദ, ഇസ്സഖാർ, സെബുലൂൻ, ദാൻ, നഫ്താലി, ഗാദ്, ആശേർ, ജോസഫ്, ബെന്യാമീൻ, 12 പേരുകൾ അവിടെ കൊത്തിവെച്ച നീളക്കുപ്പായത്തിൻ്റെ താഴെ മാതളപ്പഴങ്ങളും പൊന്മണികളൊക്കെ കെട്ടിത്തൂക്കിയിട്ട് നന്നായി മിനിസ്ട്രി ചെയ്യുന്ന 2 അച്ചാച്ചന്മാർ അന്ന് ആ മണ്ണിൽ വിഹരിക്കുന്നുണ്ട്. ഒന്ന് ഹന്നാവ്, പിന്നെ കയ്യഫ. അവരുടെ അധീനതയിലിരിക്കുന്ന ജനം മുഴുവൻ യേശു കർത്താവിനെ കണ്ടപ്പോൾ അവൻ്റെ പുറകെ അങ്ങ് ആയിപ്പോയി. നീളക്കുപ്പായമില്ല, നീല നിലയങ്കിയില്ല, മാർപ്പതക്കമില്ല, ഏഫോദില്ല. കാഴ്ചയിൽ ഈ പറയുന്ന വസ്ത്രധാരണങ്ങളൊന്നും ഇല്ലെങ്കിലും തൊട്ടാൽ സൗഖ്യമാണ്, പറഞ്ഞാൽ വിടുതലാണ്. വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ തൊട്ടാൽ സൗഖ്യമാണ്. മാമിൻ, മരിച്ചവൻ 4-ാം ദിവസം ശബ്ദം കേട്ട് പുറത്തേക്ക് വരികയാ. അടക്കാൻ കൊണ്ടുപോകുന്നവൻ വഴിയിൽ വെച്ച് ജീവൻ പ്രാപിക്കുകയാ. അതാ യേശു. പുറമെയുള്ള താടിമൂടികളൊന്നും കാണുകയില്ല, പക്ഷേ ആ നാമം എല്ലാ നാമത്തിനും മേലായ നാമമാണ്. ആ നാമത്തെ വെല്ലാൻ പറ്റിയൊരു നാമം ഉലകത്തിൽ ഇതുവരെ ഇല്ല, ഇനിയൊട്ടുണ്ടാവുകയുമില്ല. ആ നാമത്തിൻ്റെ പേരാ യേശു. അതുകൊണ്ട് പെരുങ്കടവിള മാർക്കറ്റിൽ യേശു എന്ന നാമത്തെ ഉയർത്താൻ അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ വാപൂട്ടിയിരിക്കരുത്. അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന മഴ കണക്ക് ഈ മാർക്കറ്റിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പകർച്ചയുടെ സമയത്തിലേക്ക് നാം എത്തിയിരിക്കുകയാ. പിശാച് പൂട്ടിക്കെട്ടിയ മുഴുവൻ ലോക്കുകളും ഇന്ന് രാത്രി തുറന്ന് സുവിശേഷം ചിലതിനെ പുറത്തെടുക്കുന്ന രാത്രിയാ. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. മൂന്നര വർഷം ഗലീലായുടെ മണ്ണിൽ യേശു മിനിസ്ട്രി ചെയ്തു. അങ്ങോളം ഇങ്ങോളം കാൽനടയായി നടന്ന് ജനത്തിൻ്റെ ഇടയിൽ യേശു മിനിസ്ട്രി ചെയ്തു. പകൽ മുഴുവൻ മിനിസ്ട്രി, രാത്രി മുഴുവൻ ഒലിവമലയുടെ മുകളിൽ പിതൃസാന്നിധ്യം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നസറായി. രാത്രി മുഴുവൻ പ്രാർത്ഥന, പകൽ മുഴുവൻ മിനിസ്ട്രി ഈസ് ഈക്വൽ ടു ജീസസ് മിനിസ്ട്രി. ഒന്നുകൂടെ പറയുന്നു, രാത്രി മുഴുവൻ പ്രാർത്ഥന, പകൽ മുഴുവൻ മിനിസ്ട്രി ജനത്തിൻ്റെ ഇടയിൽ. അതാ യേശുവിൻ്റെ ശുശ്രൂഷ. കടലിലും കരയിലും ഒരുപോലെ അത്ഭുതം ചെയ്ത നസറായൻ. അത്ഭുതങ്ങളുടെ പരമ്പര അഴിച്ചുവിടുന്നത് പോലെ നമുക്ക് തോന്നും. ഒരു രോഗി പോലും സൗഖ്യമാകാതെ പോയില്ല, ഒരു ഭൂതവും വിട്ടുമാറാതിരുന്നില്ല. അതാ യേശുവിൻ്റെ നാമം. പെരുങ്കടവുള്ള ദേശത്തെ നോക്കി ഞാൻ കൽപ്പിക്കുകയാണ്, പിശാച് കെട്ടിയതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞോ? ആ ഡേറ്റ് ഇന്ന് രാത്രി തീരുകയാ. ഭൂതങ്ങൾ അലറി മാറുന്ന രാത്രിയായത്, ദുരാത്മാക്കൾ വിട്ടുമാറുന്ന രാത്രിയായത്, മദ്യപാനത്തിൽ നിന്ന് ചിലർ മോചിക്കപ്പെടുന്ന രാത്രിയായത്, പിന്മാറ്റത്തിൽ നിന്ന് ചിലർ മടങ്ങി വരുന്ന രാത്രിയായത്. മനുഷ്യന് നിന്നെ വേണ്ടായിരിക്കും, പക്ഷേ നിന്നെ മാത്രം സ്നേഹിച്ചുകൊണ്ട് ഈ ഗ്രൗണ്ടിൽ മറ്റൊരാൾ ഇറങ്ങി വന്നിട്ടുണ്ട്. നീ എത്രയും തകർന്നവനായിക്കൊള്ളട്ടെ, ആർക്കും നിന്നെ വേണ്ടാത്തൊരാളായിക്കൊള്ളട്ടെ, നീ ഒരു പിന്മാറ്റത്തിൽ പോയ ആളായി ആകട്ടെ, സാരമില്ല. ഇന്ന് രാത്രി നിന്നെ ചങ്കോടണയ്ക്കുന്ന യേശുവിൻ്റെ സ്നേഹം നിന്റെ അടുക്കൽ വന്ന് നിന്റെ തോളിൽ തട്ടി നിന്റെ കാതിൽ വിളിക്കുകയാ, എൻ്റെ മകനെ, എൻ്റെ മകളെ, എനിക്ക് നിന്നെ വേണം. ഇതിനിടയിലെല്ലാം യേശു കർത്താവ് തൻ്റെ ശിഷ്യവൃന്ദങ്ങളോട് പങ്കുവെക്കുന്ന ചില രഹസ്യങ്ങളുണ്ടായിരുന്നു. അത് പുരുഷാരത്തിന് പങ്കുവെക്കുകയില്ല, ശിഷ്യന്മാർക്ക് മാത്രമേ പങ്കുവെക്കുള്ളൂ. കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് നിങ്ങളെന്നെ കാണുകയില്ല, എന്നാൽ കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് നിങ്ങളെന്നെ കാണും. ഞാൻ അധർമ്മികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും, അവരെന്നെ കൊല്ലും,
മൂന്നാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഈ മന്ദിരം പൊളിപ്പി 3 നാൾ കൊണ്ട് ഞാനത് പണിത് തരാം. എൻ്റെ യേശു കർത്താവ് പറയുന്ന ചില ദൂതുകളായിരുന്നത്. അത്രയ്ക്കങ്ങോട്ട് ശിഷ്യന്മാർക്ക് പിടുത്തം കിട്ടിയിട്ടുമില്ലായിരുന്നു ആ സമയത്ത്. ഇനി നിങ്ങൾ നോക്കിക്കേ, നാഴിക വന്നപ്പോൾ ഇനി നമ്മൾ ക്രൂശിലേക്കൊന്ന് അടുക്കാൻ പോകുകയാണ്. പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവമക്കൾ ദൈവസന്നിധിയിലിരിക്കണം. ഞാൻ ഒറ്റയ്ക്കല്ല, നമ്മൾ ഒന്നിച്ച് ഈ യുദ്ധം നയിക്കാൻ പോകുകയാണ്. ഈ ദേശത്തെ യേശു സ്നേഹിക്കുക കേട്ടോ. 100 കണക്കിന് പേർ ചരിക്കുന്ന ഒരു മാർക്കറ്റാണിത്. ഇവിടെ ദൈവശക്തി ഇന്ന് രാത്രി ഇറങ്ങുകയാണ്. അടുത്ത ദിവസം മുതൽ ചില വിടുതലുകൾ കൺമുമ്പിൽ കാണാൻ പോകുകയാണ്. ഒത്തിരി യൗവനക്കാരുള്ള നാടാ പെരുങ്കടവിള. യേശു അവരെ സ്നേഹിക്കുകയാണെന്ന് തിരിച്ചറിയണം. യേശുവിൻ്റെ സ്നേഹം അവരുടെ അടുക്കിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പോവാണ്. അവരെത്രയും തകർന്നവരായിക്കൊള്ളട്ടെ, ഇന്ന് രാത്രി യേശു തൊടാൻ പോവാണ്. ബൈബിൾ പറയുന്നു, പരീശൻ്റെ വീട്ടിൽ യേശു ഇരിക്കുന്നു. പരീശൻ്റെ വീട്ടിൽ യേശു ഇരുന്നു, അതാ എൻ്റെ യേശു. കുഷ്ഠരോഗിയായ ശിമോൻ്റെ വീട്ടിൽ യേശു ഇരുന്നു, അതാ എൻ്റെ യേശു. ആമേൻ. ശ്രദ്ധിക്കൂ സഹോദരങ്ങളെ, ധനവാന്മാരെ തേടിയല്ല എൻ്റെ യേശു വന്നത്, പാപികളെ തേടിയാണ് വന്നത്. നീതിമാന്മാരെ തേടിയല്ല എൻ്റെ യേശു വന്നത്, പാപികളെ തേടിയാണ് വന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് അകന്നു മാറാൻ പറ്റിയ എന്ത് കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി വലിച്ചടിപ്പിക്കാൻ പോവുക കർത്താവ് നിങ്ങളെ. അകന്നു മാറാനുള്ള ഒത്തിരി കാര്യങ്ങൾ പറയാൻ നിങ്ങൾക്കുണ്ട്, പക്ഷേ നിങ്ങളെ വലിച്ചടിപ്പിക്കാൻ പോവുക എൻ്റെ യേശു. യേശുവിന് നിങ്ങളെ വേണം. നാഴിക വന്ന സമയത്ത് ഗദശമന പൂങ്കാവനത്തിലേക്ക് യേശു കർത്താവ് 3 ശിഷ്യന്മാരെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നത് സുവിശേഷത്തിൻ്റെ സമാപന അധ്യായങ്ങളുടെ രംഗസംവിധാനങ്ങൾ. പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് യേശു കർത്താവ് ഗദശമന പൂങ്കാവനത്തിലേക്ക് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഈ 3 പേരെയും കൊണ്ട് യേശു കർത്താവ് പ്രാർത്ഥിക്കുവാൻ 3 പേരെയും കൊണ്ട് യേശു കർത്താവ് ഇതിന് മുമ്പ് 2 സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. ഒന്ന് യായിറൂസിൻ്റെ വീട്ടിൽ, പിന്നെ മറുരൂപമലയുടെ മുകളിൽ രൂപാന്തരപ്പെടുവാൻ. ഇത് 3-ാം പ്രാവശ്യം ഗദശമന പൂങ്കാവനത്തിൽ. യായിറൂസിൻ്റെ വീട്ടിലെ ഉയർപ്പ് കാണുവാൻ വേണ്ടി ആൾക്കാർക്ക് ഇഷ്ടമാണ്. കാരണം മിറക്കിൾ മിനിസ്ട്രിയാണ്, പവർ മിനിസ്ട്രിയാണ്. ആൾ ഓടിക്കൂടും. താബോർ പർവ്വതത്തിൻ്റെ മുകളിലെ ദൈവസാന്നിധ്യത്തിൻ്റെ പ്രഭ, സർവശക്തനാകുന്ന കർത്തൃ സാന്നിധ്യം എന്താണെന്ന് തിരിച്ചറിയുവാൻ വേണ്ടി കൺമുമ്പിൽ കാണാനുള്ള പ്രഭ വിതറുന്നത് മറുരൂപമല്ല. ആൾ കൂടും. ആൾ കൂടാത്ത ഏക സ്ഥലം ഗദശമനയാണ്. ആൾ കൂടില്ല അവിടെ, പ്രാർത്ഥനയാണ് അവിടെ. അവിടെ ഉയർപ്പ് നടക്കുന്നില്ല, അവിടെ പ്രഭ വിതറുന്നില്ല, പറയാൻ വേണ്ടി ഒന്നുമില്ല, അട്ടഹസിക്കാൻ അവിടെ ഇല്ല, ചിരിക്കാൻ അവിടെ ഒന്നുമില്ല. രക്തം വിയർക്കുന്ന സ്ഥലമാണ് ഗദശമന. അവിടെ നിന്നെ കൊണ്ടുപോകുന്നെങ്കിൽ നീ ആൾ വേറെയാ. അതാ ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിൽ പൗലൂസ വെളിപ്പാട് എഴുതിയിരിക്കുന്ന ദൈവസഭകളുടെ തൂണുകളായി എണ്ണപ്പെട്ട പത്രോസും യാക്കോബും യോഹന്നാനും. നീ വ്യത്യസ്തനാണെങ്കിൽ നിന്നെ കാണേണ്ടത് ആദ്യം പ്രാർത്ഥനാ മുറിയിലാണ്. ആരുടെ കൂടെ നീ പ്രാർത്ഥിക്കുന്നതെന്നറിയാമോ? യേശുവിൻ്റെ കൂടെയാണ് നീ പ്രാർത്ഥിക്കുന്നത്. ഒരു നാഴിക ഉണർന്നിരിപ്പാൻ നിനക്ക് കഴിയുകയില്ലയോ എന്ന് യേശു ചോദിക്കുന്നെങ്കിൽ, പ്രാർത്ഥിക്കാനിരിക്കുന്ന നീ ഇരിക്കുന്നത് യേശുവിൻ്റെ കൂടെയാണെങ്കിൽ, മിനിസ്ട്രി ചെയ്യാൻ നീ നിൽക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ കൂടെയാണ്. യേശുവിൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ കരുത്തുള്ള ദൈവമക്കൾ ദേശത്തിൻ്റെ വിടുതൽ കാണുമെന്ന് ഇന്ന് രാത്രി എൻ്റെ കൈ ഉയർത്തി ഞാൻ പ്രവചിക്കുകയാണ്. യേശു കർത്താവിൻ്റെ കൂടെ പ്രാർത്ഥന നിരതരായി ഇരിക്കുന്ന ദൈവമക്കൾ ഈ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്നവൻ ആ വിടുതൽ കാണും. പ്രാർത്ഥന യുദ്ധമാണ്, പ്രാർത്ഥന അധ്വാനമാണ്. അധ്വാനിക്കുന്നവൻ വിയർക്കും. പ്രാർത്ഥിച്ച യേശു രക്തം വിയർക്കുകയായിരുന്നു. 3 പേർ ഒരുമിച്ച് അവിടെ കിടന്നുറങ്ങുമ്പോൾ യേശു കർത്താവ് കുറച്ചുകൂടെ മുമ്പോട്ട് മാറി ഒരു കല്ലിൻ്റെ മീതെ കവന്ന് വീണ് കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിതാവേ, പറ്റുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമെങ്കിലും ഈ കൃത്യനിർവഹണത്തിൽ എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം തന്നെ ഈ പൂർത്തീകരണത്തിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് ഉലകലോകത്തിൻ്റെ മുഴുവൻ പാപവും നിറഞ്ഞു മറിയുന്ന ക്രോധമദ്യം വെച്ചു നീട്ടുന്ന ദൂതൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി മട്ടോളം വാട്ടമന്യെ പാനം ചെയ്യുന്ന നസറായനായ യേശു. ബൈബിൾ പറയുന്നു, അവൻ്റെ രക്തധമനികൾ പൊട്ടി, രക്തത്തുള്ളികൾ വിയർപ്പ് തുള്ളികളായി നിലത്ത് ഇറ്റിറ്റ് നിബദിക്കുന്ന ഗദശമന. എന്നേക്കാൾ ശക്തന്മാരായ 10,000-കണക്കിന് പ്രസംഗകർ ഒരുമിച്ച് നിന്ന് പ്രസംഗിച്ചാലും ഗദശമനയുടെ വേദനയുടെ അടുക്കൽ എത്തുകയില്ല. അതുപോലെ വേദനപ്പെട്ട ഒരു സ്ഥലം ഗദശമന. പ്രസംഗിച്ച് ഫലിപ്പിക്കാൻ ഒക്കത്തില്ല. രക്തധമനി പൊട്ടി രക്തത്തുള്ളികൾ വിയർപ്പ് തുള്ളികളായി നിലത്ത് ഇറ്റിറ്റ് വീഴുകയാ. തിരിച്ചറിയുക, ആ പ്രാർത്ഥനയിൽ ഞാനുണ്ടായിരുന്നു. ആ പ്രാർത്ഥനയിൽ പെരുങ്കടവിള ദേശത്തെ ജനങ്ങളുണ്ടായിരുന്നു. ആ പ്രാർത്ഥന ഒരിക്കലും മാറിപ്പോകയില്ല.
കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ അച്ചൻകുഞ്ഞലന്തൂർ എന്ന് പറയുന്ന ദൈവദാസൻ്റെ കൂടെ ഇസ്രായേൽ വിസിറ്റ് ചെയ്ത സമയത്ത് ഗദശമന പൂങ്കാവനത്തിൻ്റെ സൈഡിൽ നിന്നുകൊണ്ട് താൻ ഒരു മെസ്സേജ് ഇങ്ങനെ പ്രസംഗിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ തൻ്റെ ഒരു അനുഭവം താൻ പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഇസ്രായേൽ വിസിറ്റ് ചെയ്യുവാൻ വേണ്ടി കടന്നു ചെന്ന പ്രമുഖ സാഹിത്യകാരനാകുന്ന പെരുമ്പടവം ശ്രീധരൻ എന്ന് പറയുന്ന ബഹുമാന്യ സഹോദരൻ ഗദശമന പൂങ്കാവനത്തിൽ ടീം മെമ്പേഴ്സ് എല്ലാം കൂടി ഒരുമിച്ച് ചെന്ന് കണ്ടു പ്രാർത്ഥിച്ച് തിരിച്ച് ബസ്സിലേക്ക് കയറുമ്പോൾ അദ്ദേഹത്തെ കാണാനില്ല. ബസ്സിൽ ബാക്കിയുള്ള യാത്രക്കാരെല്ലാം കയറിയിട്ടുണ്ട്, പക്ഷേ അദ്ദേഹത്തെ കാണാനില്ല. പാസ്റ്റർ അച്ചൻകുഞ്ഞലന്തൂർ അദ്ദേഹത്തെ ബസ്സിൽ നിന്നിറങ്ങി നടന്ന് ഗദശമന പൂങ്കാവനത്തിൻ്റെ അവിടെ വന്നപ്പോൾ നിലത്തു വീണ് കിടന്ന് അലറിക്കരയുന്ന പെരുമ്പടവം ശ്രീധരനെ കണ്ടു താൻ ഞെട്ടിപ്പോയി. കാര്യം അദ്ദേഹം എന്തുകൊണ്ടാണ് ഇങ്ങനെ കരയുന്നത്? അദ്ദേഹം ചോദിച്ചു, ശ്രീധരൻ സാറേ എന്തിനാ കരയുന്നത്? അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്നെയും നിങ്ങളെയും ഈ ലോകത്തെ മുഴുവൻ രക്ഷിക്കാൻ നാഥൻ്റെ രക്തം വീണ മണ്ണിൽ ഒന്ന് കവന്ന് വീണ് കിടന്ന് കരഞ്ഞില്ല എങ്കിൽ അതൊരു തെറ്റല്ലേ സഹോദര എന്ന് പറഞ്ഞൊരു തൂവാലയ്ക്കകത്തുനിന്ന് ഗദശമന തോട്ടത്തിലെ മണ്ണ് വാരിയെടുക്കുന്ന മനുഷ്യൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഉള്ളമൊന്നും നടുങ്ങിപ്പോയി. ഏതു മനുഷ്യനെയും വിടുവിക്കുവാൻ കഴിയുന്ന രക്തമാ എൻ്റെ യേശുവിൻ്റെ രക്തമെന്ന് ഇന്ന് രാത്രി എനിക്ക് ഉറക്കെ പ്രഖ്യാപിപ്പാൻ കരുത്തുണ്ട്. ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ കൂടെയുള്ള അരിമ ശിഷ്യന്മാർ 3 പേരും ഉറങ്ങുമ്പോൾ സ്വർഗസ്ഥനാകുന്ന ദൈവം ഗദശമന തോട്ടത്തിലേക്ക് ഒരു ദൂതനെ അയച്ചു. ദൂതൻ വന്നു, സത്യമാണ്. ദൂതൻ വന്ന് കൈകെട്ടി നിൽക്കാനല്ലാതെ ദൂതൻ അവിടെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. യേശു രക്തം വിയർക്കുകയാണ്. ഈ പാനപാത്രം കുടിച്ചേ മതിയാകുള്ളൂ. ഞാൻ കുടിക്കുന്ന മുന്തിരി രസം നിങ്ങൾക്ക് കുടിക്കാൻ ഇനി ഒക്കത്തില്ല എന്നെൻ്റെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞ വാക്കിൻ്റെ ആഴം അധികാരമുള്ളതായിരുന്നു. ആ പാനപാത്രം താൻ മട്ടോളം വാട്ടമന്യ പാനം ചെയ്ത് യേശുവിൻ്റെ രക്തം വിയർപ്പ് തുള്ളികളായി വീഴുമ്പോൾ തിരിച്ചറിയുക, തീവട്ടി പന്തങ്ങളും കുന്തങ്ങളുമായി റോമൻ കാബാലികരും യഹൂദ ചേവകരും യേശു കർത്താവിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂദായുടെ നേതൃത്വത്തിൽ ഗദശമന പൂങ്കാവനത്തിലേക്ക് വരുന്ന സമയം, ആ ഇരുട്ടത്ത് തീവട്ടി പന്തങ്ങളും കുന്തങ്ങളുമായി യൂദയുടെ നേതൃത്വത്തിൽ പട്ടാളക്കാർ യേശുവിനെ അറസ്റ്റ് ചെയ്യാൻ ആ ഗദശമന തോട്ടത്തിൻ്റെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ അകത്ത് വീണ് കിടക്കുന്ന നസറായനായ യേശു അത് കണ്ടു. സുവിശേഷകൻ പറയുന്നു, അവനത് അറിഞ്ഞിട്ട് പുറത്തു ചെന്നു. ശ്രദ്ധേയമാണ് ആ വചനം. അവനത് അറിഞ്ഞിട്ട് പുറത്തു ചെന്നു. എന്താ കാര്യം? അകത്ത് കയറിയാൽ പത്രോസിനെ കാണും, യാക്കോബിനെ കാണും, യോഹന്നാനെ കാണും. അവരല്ല പിടിക്കപ്പെടേണ്ടത് ഞാനാ. അവരുടെ നാഴിക വന്നിട്ടില്ല, എൻ്റെ നാഴിക വന്നിട്ടുണ്ട്. അണികളെ സേഫ് സോണിലേക്ക് മാറ്റി രംഗത്ത് എന്ന് അറസ്റ്റ് വരിക്കാൻ ഏൽപ്പിച്ചു കൊടുത്ത ഒറ്റ നായകനുണ്ടെങ്കിൽ അവൻ്റെ പേരാ യേശു. ഹല്ലേലൂയ. യേശു കർത്താവ് രക്തം വിയർത്തുകൊണ്ട് തന്നെ അവിടെ ചെന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ആരെ തിരയുന്നു? ശാന്തമായിട്ടാണ് ചോദിച്ചത്. അവർ പറഞ്ഞു, നസറായനായ യേശുവിനെ. ഉടനെ യേശു വളരെ ശാന്തമായിട്ട് പറഞ്ഞു, ഞാൻ ആകുന്നു. ഞാൻ കൊട്ടാരത്തിൽ ചെന്ന് ഫറവോനോട് കാര്യം പറയുമ്പോൾ നാമം എന്താണെന്ന് ചോദിച്ചാൽ എന്തു പറയണം? ഇത്രയും പറഞ്ഞാൽ മതി, ഞാൻ ആകുന്നവൻ, ഞാൻ ആകുന്നു. ഒറ്റ പദത്തിൽ അരമന നടുങ്ങിപ്പോയി. കമോൺ, ഇന്ന് രാത്രി കര ഉയർത്തി പറ, ഞാൻ ആകുന്നു. നോ ശബ്ദം ഉയർത്തി പറ. ഒന്നുകൂടെ ആ കൈ സകലർ ഉയർത്തി ഉറക്കെ പറ. ആ ശബ്ദം ഈ അന്തരീക്ഷത്തെ നിറയ്ക്കുകയാണ്. അന്തരീക്ഷത്തെ മലീമസമാക്കിയ ദുരാത്മാവിൻ്റെ കോട്ടകളെ ഇടിച്ചു മാറ്റി എൻ്റെ കർത്താവ് ഗർജിക്കുന്ന സിംഹം പോലെ ഇടപെടുകയാ. ഞാൻ ആകുന്നവൻ, ഞാൻ ആകുന്നു. കമോൺ, ഞാൻ ആകുന്നവൻ, ഞാൻ. വടിയിട്ട് പാമ്പാക്കുന്ന ആടുന്ന പാമ്പിൻ്റെ നടുവിലിരുന്നു കൊണ്ട് ആ മണ്ണ് ഭരിക്കുന്ന ഫറവോൻ്റെ അടിത്തറയിളക്കുന്ന ശബ്ദമായിരുന്നു അത്. ഞാൻ ആകുന്നവൻ, ഞാൻ ആകുന്നു. അതേ ശബ്ദമാണ് ഗദശമനയിൽ ശാന്തമായി മുഴങ്ങുന്നത്. ഞാൻ ആകുന്നു, ഞാൻ ആകുന്നു എന്ന് പറഞ്ഞപ്പോഴേ പിടിക്കാൻ വന്ന പട്ടാളക്കാർ താഴെ നിലത്ത് വീണ് കിടക്കുന്നൊരു കാഴ്ച നിങ്ങളൊന്ന് കണ്ടേ. എൻ്റെ കേൾക്കുന്ന സഹോദരി സഹോദരങ്ങളെ, അവസ്ഥ ഗദശമനയാണെങ്കിൽ, രക്തം വിയർത്തിരിക്കുകയാണെങ്കിലും ഒരു പദം പറഞ്ഞാൽ ശക്തി വെളിപ്പെടും. ഇതിൻ്റെ അകത്ത് ഭൂരിപക്ഷം പേരും ദൈവമക്കളാണ്, അഭിഷേകമുള്ള ദൈവമക്കളാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു ദൂത് പറയട്ടെ. അവസ്ഥ എത്ര കഠോരമാണെങ്കിലും അഭിഷേകം വലിയതായിരിക്കും. നിന്റെ അവസ്ഥ അഭിഷേകത്തെ തകർക്കുന്നില്ല.
നിന്റെ അനുഭവങ്ങൾ അഭിഷേകത്തെ തകർക്കുന്നില്ല. അനുഭവങ്ങളെക്കാൾ വലിയ അഭിഷേകമാ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ തന്നിരിക്കുന്നത്. ഈ ദേശത്തൊരു വലിയ വേലയുണ്ട്, ഈ ദേശത്ത് വലിയൊരു ഉണർവുണ്ട്. ഇതെല്ലാം ഇട്ടേച്ചു പോകാനാ പിശാച് മന്ത്രിക്കുന്നത്. വേണ്ട, നീ ഇവിടെ നിൽക്കണ്ട, നിങ്ങൾ ഇവിടെ വേണ്ട. പക്ഷെ ഈ കൺവെൻഷനോട് കൂടെ ദൈവം നിങ്ങളെ ഉറപ്പിക്കാൻ പോകുകയാ. കാര്യം ദൈവം ഒരു അഭിഷേകം തന്നിട്ടുണ്ട്. അറബി അംദൽ ഖമനി രഗദലയ പ്രൗശസിയാജ അറബ ഹതലഗബ ശംദലബ ഖന. യെസ്, ഏതോ ഒരു പഴമൊഴി പോലെ നീ എന്ത് ചെയ്താലും ഉറക്കത്തില്ല, കുറച്ച് കഴിയുമ്പോൾ ഇട്ടേച്ചു പോകും, പിന്നെയും തിരിച്ചു വരും. അങ്ങനെ ഒരു ഉറപ്പില്ലാത്തവനെ പോലെ ഈ മണ്ണിൽ വീണ് കിടക്കുന്ന ഒരു കെട്ട് ഇന്ന് രാത്രി എൻ്റെ കർത്താവ് അഴിച്ചു കളഞ്ഞിട്ട് ഉറപ്പിക്കുക ദൈവസഭയെ. ഇത് കഴിയുമ്പോൾ സ്നാനങ്ങൾ നടക്കാൻ പോകുകയാ. 100 കണക്കിന് പേർ സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേർന്ന് ആരാധിക്കുന്ന ഒരു നല്ല കാലം അത് ഈ സഭയുടെ ഉണർവായിരിക്കും. Ramzazile Bikoria Masaran Chastibi Ratalaba Shatalaya Bakana Arabi Amdal Kamani Regadalaya Praushasiyaja. In the name of Jesus, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കമാൻഡ് ചെയ്യുകയാ. ദേശത്തെ പാറകൾ പൊട്ടാൻ പോകുകയാ. ദേശത്ത് യേശു ചിലതിനെ ആകർഷിക്കാൻ പോകുകയാ. മടിച്ചു നിൽക്കുന്ന ചിലര് അണക്കെട്ട് തള്ളിപ്പായിക്കുന്നത് പോലെ എരച്ച് ദൈവസഭയിലേക്ക് കയറാൻ പോകുകയാ. ഒരു വലിയ ഉണർവിന്റെ കാഹള പെരുങ്കടവിള ദേശത്ത് ഞങ്ങൾ ഊതുകയാ. ജനം ഓടിക്കേറാൻ പോകുകയാ. ജനം ഓടിക്കേറാൻ പോകുകയാ. ജനം ഓടിക്കേറാൻ പോകുകയാ. മാൽഖറാബ ശാന്തലയ ബഖാന അറബ ശാന്തലഗബ ശാന്തലബ. പ്രാർത്ഥിക്കുക, ഈ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാ ദൈവമക്കളും ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുക, കൈവച്ച് പ്രാർത്ഥിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ ഈ മാർക്കറ്റ് ചലിക്കാൻ പോകുകയാ. ദേശം വിടുവിക്കപ്പെടാൻ പോകുകയാ. ദൈവത്തിനുള്ളവരെ പിശാചിന് വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് ചിലത് ചെയ്യുകയാ. സകല ദൈവമക്കളും ചാടി എഴുന്നേറ്റ് നിന്ന് അല്പസമയം സ്തോത്രം ചെയ്തൊന്ന് ആരാധിച്ച് ദൈവത്തിന് ഇനി മറ്റൊന്നിലേക്കും ഫോക്കസ് ചെയ്യണ്ട. പരിശുദ്ധാത്മാവ് നമ്മളെ ഈ രാത്രി തൊടുന്ന രാത്രിയാണ്. ജനത്തെ ദൈവം വിടുവിക്കട്ടെ. റോഡ് സൈഡിലോ കടത്തിണ്ണകളിലോ വീടിൻ്റെ അകത്തോ ഇരുട്ടിൻ്റെ മറവിലോ മരത്തിൻ്റെ മറവിലോ മറഞ്ഞു നിന്ന് ഈ തിരുവെഴുത്ത് കേൾക്കുന്ന സകലരും ഇന്ന് രാത്രി യേശു തൊടുന്ന രാത്രിയാ. കാര്യ യേശുവിന് മുഖപക്ഷമില്ല, ജാതി നോക്കില്ല, നിറം നോക്കില്ല, വർഗം നോക്കില്ല, വർണ്ണം നോക്കില്ല. നിന്റെ കണ്ണുനീർ കണ്ടുകൊണ്ട് നീ ആരാണെങ്കിലും ഇന്ന് രാത്രി നിന്നെ സ്നേഹിപ്പാൻ യേശു തയ്യാറാണ്. യേശു തൊടാൻ പോവാ. 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 മകന് വേണ്ടി പ്രാർത്ഥിച്ചേ. ആ മകന് വേണ്ടി പ്രാർത്ഥിച്ചേ. യേശു തൊടട്ടെ. അവൻ്റെ അവസ്ഥയ്ക്ക് ഇന്ന് രാത്രി ഭേദം കൊടുക്കണം. എല്ലാ ദുരാത്മാവിൻ്റെ കെട്ടുകളും ഇന്ന് രാത്രി എൻ്റെ കർത്താവ് അഴിച്ചു മാറ്റാൻ പോകുകയാ. യേശു വലിയവനാ. യേശു വലിയവനാ. യേശു വലിയവനാ. കമോൺ, ആ വലിയ ദൈവത്തെ ഇന്ന് രാത്രി സ്നേഹിപ്പാൻ കരുത്തുള്ള ദൈവമക്കൾ ഒന്നിച്ച് സ്തുതിക്കുക ദൈവത്തിന്. അന്യഭാഷകളിൽ അല്പസമയം പ്രാർത്ഥിച്ചേ. ഒരു വലിയ റിവൈവൽ നടക്കട്ടെ, ഒരു വലിയ ദൈവപ്രവൃത്തി നടക്കട്ടെ. ഈ പിതാവിനെ കർത്താവ് തൊടുകയാ. ഈ പിതാവിൻ്റെ വീടിനെ കർത്താവ് തൊടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആ വീടിൻ്റെ അവസ്ഥ ഇന്ന് രാത്രി കർത്താവ് മാറ്റുകയാ. കർത്താവ് മാറ്റുകയാ. ആ വീടിൻ്റെ അവസ്ഥ മാറ്റുകയാ. മദ്യപാനത്തിൻ്റെ കെട്ടുകളെ ആ വീട്ടിൽ നിന്ന് ഇന്ന് രാത്രി കർത്താവ് അഴിച്ചു മാറ്റുകയാ. സുബോധമില്ലാതെ വഴിയിൽ പട്ടുപോകാൻ പിശാചി വിധിച്ച ശാപങ്ങളെ ഇന്ന് രാത്രി ഈ പിതാവിൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ആത്മാവിൽ അഴിച്ചു കളയുകയാ. പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. ഇതുപോലെ കെട്ടപ്പെട്ട ഒത്തിരി എണ്ണമുണ്ട് ഈ നാട്ടിൽ. കെട്ടപ്പെട്ട ഒത്തിരി പേരുണ്ട് ഈ നാട്ടിൽ. കെട്ടപ്പെട്ട ഒത്തിരി പേരുണ്ട് ഈ നാട്ടിൽ. കമാൽ, കെട്ടപ്പെട്ട ഒത്തിരി പേരുണ്ട്. ഈ രാത്രി ആ കെട്ട് കർത്താവ് അഴിക്കുകയാ. 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 ഇത് അഴിവിൻ്റെ രാത്രിയാണ്. Yes, Lord. Like Bikoria Masaran Chastibi. Thank you, Lord. Thank you, Lord. Thank you, Lord. Thank you, Lord. Righteous Bikoria Masaran Chastibi Kana. Ramsha Bakandalaya Bakoria Masaran Chastibi.
ഗതശമന പൂവനത്തിൽ അധിക ഭാരം വഹിച്ചതിനാ. ആ കരങ്ങളെ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് ആ കരങ്ങൾക്ക് കീഴെ ഈ ദേശം കീഴടങ്ങാൻ പോവാ. ഗതശമന പൂവനത്തിൽ അധിക ഭാരം വഹിച്ചതിനാ അതിവേദയിൽ ആയിട്ടു താതനിഷ്ടം നടപ്പതിൽ അനുസരിച്ചു. താതനിഷ്ടം നടപ്പതിൽ അനുസരിച്ചു. ഗതശമന പൂവനത്തിൽ അധിക ഭാരം വഹിച്ചതിനാ. ഗതശമന പൂവനത്തിൽ അധിക ഭാരം വഹിച്ചതിനാ അതിവേദയിൽ ആയിട്ടോ താതനിഷ്ടം നടപ്പതിൽ അനുസരിച്ചോ. താതനിഷ്ടം നടപ്പതിൽ അനുസരിച്ചോ. താതനിഷ്ടം നടപ്പതിൽ അനുസരിച്ചോ. ഇരിക്കാം കർത്താവിന്റെ സന്നിധി. യേശു കർത്താവ് ഗതശമന പൂങ്കാവനത്തിൽ അറസ്റ്റ് വരിക്കപ്പെടുന്ന സമയം നിങ്ങൾ ശ്രദ്ധിച്ചേ. നിലത്ത് വീണ് കിടന്ന പട്ടാളക്കാർ എഴുന്നേറ്റ് വന്ന് യേശു കർത്താവിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാതിമയക്കത്തിൽ ചാടി എഴുന്നേറ്റ് വന്ന പത്രോസ്, ശിമോൻ ഉറയിൽ കരുതിയ വാള് വലിച്ചൂരി മഹാപുരോഹിതൻ്റെ ദാസനാകുന്ന മൽക്കോസിൻ്റെ വലത് കാത് അറുത്ത് താഴെയിടുന്ന രംഗം സുവിശേഷം പറയുന്നുണ്ട്. ഇത് കണ്ടോണ്ട് നിൽക്കുക നസറായനായ യേശു. യേശു പറഞ്ഞു ഇത്രയ്ക്ക് വിടുവീൻ. മലയാള ബൈബിളിൽ അങ്ങനെ ഇത്രയ്ക്ക് വിടുവീൻ. ഒന്ന് വിട്ടേ. വിട്ടു. യേശു നടന്നങ്ങോട്ട് ചെല്ലുക. നിങ്ങൾ യേശുവിനെ നോക്കി, രക്തം വിയർത്തവനാണ് യേശു. രക്തം വിയർത്തിരിക്കുക യേശു. നടന്നങ്ങോട്ട് ചെന്ന് കുനിഞ്ഞ് മൽക്കോസിനെ നിങ്ങൾ ശ്രദ്ധിച്ച് വലത്ത് കാത് അറുത്ത് താഴെ വീണ് കിടന്ന് രക്തത്തിൽ കിടന്ന് പെടയുന്ന മൽക്കോസ്. സ്തോത്രം. യേശു കുനിഞ്ഞ് ആ കാത് കൈകൊണ്ടെടുക്കുമ്പോൾ ഏദൻ പൂങ്കാവനത്തിൽ ഒരു പറ്റം പൂഴിയിൽ നിന്ന് മനുഷ്യരൂപമുണ്ടാക്കി മൂക്കിൽ ജീവശ്വാസമൂതി മണ്ണ് മാംസമായി മാറുന്ന രംഗം ഒന്ന് ചിന്തിച്ച്. അത് ഏദൻ പൂങ്കാവനം. ഇത് ഗതശമന തോട്ടം. കൈപൊത്തി കരയുന്ന മൽക്കോസിൻ്റെ കൈ പിടിച്ചു മാറ്റിയ കാതെടുത്തങ്ങ് വെച്ചപ്പം ഒട്ടിപ്പോയി. അവിടെ സൗഖ്യമാണ് സഹോദര. ഗതശമന നിൻ്റെ ഡെഡ് എൻഡ് അല്ല. ഇതുവരെ ചെയ്യാത്ത പലതും ചെയ്യിപ്പിക്കാനുള്ള ദൈവ പദ്ധതിയുടെ മാർഗത്തിലുള്ളൊരു ജംഗ്ഷന ഗതശമന എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ന് രാത്രി അലറി വിളിച്ചൊരു ഹല്ലേലൂയ പറ ദൈവത്തിന്. ഹല്ലേലൂയ. അവിടെ സൗഖ്യമാവുകയായിരുന്നു. ഒരു കാര്യം പറയാതെ പോയാൽ ബുദ്ധിമുട്ടാ. ഈ മൽക്കോസ് എന്തിനാ വന്നേ? പിടിക്കുന്നവരുടെ കൂട്ടത്തിൽ വന്ന മൽക്കോസ് സൗഖ്യമായി. എന്നിട്ട് അദ്ദേഹം സന്തോഷത്തോടെ തിരിച്ചു പോകുന്ന പോക്ക് ഭാവനയിലൊന്നും കണ്ടേ. എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിൻ്റെ കൈ മിക്കവാറും വലത്തെ കാതിലായിരിക്കും. കാരണം ഓൾറെഡി മുറിഞ്ഞു പോയതാ. അപ്പോൾ സൗഖ്യമായി, വലത്തെ കാതും പിടിച്ച് പോവുക. മഹാപുരോഹിതൻ്റെ ദാസനാണേ. ചെന്നപ്പോൾ ഭയങ്കര ഹാപ്പിയായിട്ട് ഇദ്ദേഹം അവിടെ ചെല്ലണേ. മഹാപുരോഹിതൻ ചോദിച്ചു കാണും, എന്ത് പറ്റിയടേ, എന്ത് പറ്റി? എൻ്റെ പൊന്ന് സാറേ ഭയങ്കര സന്തോഷമാണ്. അതെനിക്കറിയാം. കാര്യം യേശു ഓൾറെഡി അറസ്റ്റ് വരിക്കപ്പെട്ടല്ലോ. നിനക്കും സന്തോഷം, എനിക്കും സന്തോഷം. യേശുവിനെ പിടിച്ചാൽ പിന്നെ സന്തോഷമല്ലേ? അദ്ദേഹം പറഞ്ഞു അതല്ല സന്തോഷം. യേശുവിനെ പിടിച്ചതല്ല, യേശു എന്നെ പിടിച്ചതാ. സാറേ നമ്മൾ യേശുവിനെ പിടിക്കാനാണ് പോയത്, പക്ഷേ യേശു നമ്മളെ പിടിച്ചു. എന്താണ് നീ പറയണേ? എൻ്റെ പൊന്ന് സാറേ സത്യം പറയാം, സാറ് ഞങ്ങളെ പഠിപ്പിച്ച ഒരാളല്ല യേശു.
ആറ് നീളക്കുപ്പായോ നീല നിലയെങ്കിൽ നടുക്കെട്ടും അരക്കെട്ടും ഒക്കെ കെട്ടി യഹോവയ്ക്ക് വിശുദ്ധം എന്നുള്ള നെറ്റിപ്പട്ടമൊക്കെ കെട്ടി പഴയ നിയമത്തിൻ്റെ അടുത്തൊരു പ്രതിപുരുഷനെ പോലെ നിന്ന് നസറായനെക്കുറിച്ച് പഠിപ്പിച്ച സംഭവങ്ങളൊക്കെ തെറ്റാ സാറേ. സത്യം പറയാം, അവനെ എനിക്കറിയില്ലെങ്കിലും ഇപ്പം എനിക്ക് അവനെ അറിയാം. ശത്രുവിനെയും കൂടി സ്നേഹിക്കുന്ന ഒരൊറ്റ നാമം ഈ ഭൂമിയിലുണ്ടെങ്കിൽ എൻ്റെ സാറേ അത് യേശു അല്ലാതെ വേറെ ആരാ സാറേ? ഞാൻ ശത്രുപക്ഷത്തെ ആളാ. ഞാൻ മുറിവേറ്റ് കിടന്ന് പെടയുമ്പം പെടയട്ടെ, അനുഭവിക്കട്ടെ എന്ന് പറയാതെ ഓടി വന്ന് എൻ്റെ കാത് സൗഖ്യമാക്കിയെങ്കിൽ സാറേ, സാറ് പറഞ്ഞ ആളല്ല യേശു, അവൻ വേറെ ആളാണ്. ശത്രുവിനെയും സ്നേഹിക്കുന്ന ഏക നാമം യേശു. യേശു കർത്താവിനെ അവിടെ വെച്ച് അറസ്റ്റ് ചെയ്തവർ വിസ്തരിക്കാൻ വേണ്ടി പല മതകോടതികളുടെ മുമ്പിൽ എത്തിച്ചു. സെൻഹെദ്രിം സംഘത്തിൻ്റെ മുമ്പിൽ യേശുവിനെ വിസ്തരിച്ചു. ഹെരോദാവ് യേശുവിനെ വിസ്തരിച്ചു. പിലാത്തോസ് യേശുവിനെ വിസ്തരിച്ചു. ഹന്നാവ് യേശുവിനെ വിസ്തരിച്ചു. കയ്യഫാവ് യേശുവിനെ വിസ്തരിച്ചു. 5 കോടതി യേശുവിനെ വിസ്തരിച്ചു. അതിൽ ഹെരോദാവ് 2 പ്രാവശ്യം വിസ്തരിച്ചു. പിലാത്തോസ് 2 പ്രാവശ്യം വിസ്തരിച്ചു. 7 പ്രാവശ്യം മാറി മാറി എൻ്റെ നാഥൻ നസറായനെ അവർ വിസ്തരിച്ചു. മാറി മാറി വിസ്തരിച്ചിട്ടും ഒരു തെറ്റും കണ്ടുപിടിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അവർക്കെന്നല്ല, ഭൂമിയിൽ ആർക്കും കഴിയില്ല. ഇന്നും ആൻസർ ചെയ്യാൻ ആർക്കും കഴിയാത്ത ഒരു ചോദ്യം അന്തരീക്ഷത്തിൽ ലയിക്കാതെ കിടപ്പുണ്ട്. ആ ചോദ്യത്തിന് ആൻസർ ചെയ്യാൻ കരുത്തുള്ളവരാരും ഭൂമിയിൽ ജനിച്ചിട്ടില്ല, ഇനിയൊട്ട് ജനിക്കാനും പോകുന്നില്ല. ചോദ്യം ഇതാ: നിങ്ങളിൽ ആർക്ക് എൻ്റെ പാപത്തെക്കുറിച്ച് എനിക്ക് ബോധ്യം വരുത്താൻ കഴിയും? എന്തൊരു ചോദ്യമാണ്! ആ ചോദ്യത്തിന് ആൻസർ ചെയ്യാൻ ഒരു മതകോടതിക്കും ഇന്ന് വരെ പറ്റിയിട്ടില്ല, ഇനിയൊട്ട് പറ്റത്തുമില്ല. കാര്യം, പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി എന്നുള്ള ദൈവത്തിൻ്റെ തിരുവെടുത്ത് പോലെ പാപമറിയാത്തവനാണ് എൻ്റെ നസ്രായനായ യേശു. സമാപനമായി പീലാത്തോസ് യേശുവിനെ വിസ്തരിക്കുന്നു. പ്രതിക്കൂട്ടിൻ്റെ അകത്ത് പ്രതി അഴി എണ്ണിക്കൊണ്ട് നിൽക്കുന്നത് പോലെ നസ്രായനായ യേശു പ്രതിക്കൂട്ടിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ പീലാത്തോസ് തൻ്റെ വിസ്താര സഭയിരുന്നു വിസ്തരിച്ചു. ഒരു തെറ്റും ചെയ്യാത്ത ദൈവകുഞ്ഞാടിനെ പീലാത്തോസ് വിസ്തരിച്ചു. വിധി തീർപ്പ് ഇങ്ങനെ കൽപ്പിച്ചു: 39 പ്രാവശ്യം റോമൻ ചാട്ടവാർ കൊണ്ട് അടിക്കുവാൻ ഞാൻ യേശുവിനെ നിങ്ങളുടെ കയ്യിൽ തരികയാണ്. ഒരു തെറ്റും ചെയ്യാത്ത ദൈവകുഞ്ഞാട്. ഒരു പട്ടാളക്കാരൻ ഓടി വന്ന് ഓടാമ്പൽ മാറ്റി ആ പ്രതിക്കൂട്ടിലിൻ്റെ വാതിൽ തുറന്ന് യേശു കർത്താവിനെ പുറത്ത് കൊണ്ടുവന്നു. ഗബ്ബഥായുടെ കൽത്തളത്തിലേക്ക് യേശു കർത്താവിനെ കൊണ്ടുപോകുന്ന കാഴ്ച വേദനാജനകമാണ്. ധരിച്ച വസ്ത്രം ഉരിഞ്ഞു മാറ്റി അർത്ഥനഗ്നനാക്കി യേശു കർത്താവിനെ വില്ലുപോലെ വളച്ചു നിർത്തി. അപ്പുറയും ഇപ്പുറയും 2 പട്ടാളക്കാർ റോമൻ ചാട്ടുവാറും കയ്യിൽ പിടിച്ചുകൊണ്ട് ഗബ്ബഥായുടെ കൽത്തളത്തിൽ നിൽക്കുന്ന കാഴ്ച യേശുവിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം ആ കാഴ്ച വേദനയാണ്. പ്രസംഗം നല്ലതാ, പാട്ട് നല്ലതാ, പക്ഷേ ഗബ്ബഥായുടെ അനുഭവം 10,000 ഗതശമന ഒരുമിച്ച് ചേരുന്ന വേദനയാണ്. സീനിയറായ ഒരു ഉദ്യോഗസ്ഥൻ വന്ന് കാര്യങ്ങളൊക്കെ നോക്കി യേശു കർത്താവ് വില്ലുപോലെ വളഞ്ഞു നിൽക്കുന്നു, അർത്ഥനഗ്നനാക്കി. തല്ലുവാൻ പട്ടാളക്കാർ കയ്യിൽ റോമൻ ചാട്ടവാർ പിടിച്ചു നിൽക്കുക. ഉപ്പും വിനാഗിരിയും കൂടി ചേർത്ത ലായനി ക്രമീകരിച്ച് ചാട്ട അതിൽ മുക്കി വെച്ചിരിക്കുക. എന്താ കാര്യം എന്നറിയാമോ? വേദന അതിസാന്ദ്രമാകണം. അതിസാന്ദ്രമായ വേദന അനുഭവിക്കണം യേശു. അതുകൊണ്ട് ഉപ്പും വിനാഗിരിയും കൂടി ചേർത്തുണ്ടാക്കിയ ലായനിയിൽ ചാട്ട മുക്കി വെച്ച് പട്ടാളക്കാർ തല്ലാൻ ഇങ്ങനെ പിശാചിൻ്റെ ഏജൻസി പോലെ, രക്തദാഹിയുടെ ഏജൻസി പോലെ നിൽക്കുന്ന കാഴ്ച കാണുക. അവിടെ ശബ്ദം മുഴങ്ങി. ഒന്നാമത്തെ ശബ്ദം നമ്പർ 1. ഒന്നാമത്തെ പട്ടാളക്കാരൻ യേശുവിൻ്റെ പുറത്തേക്ക് അടിച്ചു. ആ ചാട്ട തിരിച്ചു വലിക്കുമ്പോൾ ചാട്ടുവാറിലെ മുൾക്കൊളുത്തുകൾ യേശുവിൻ്റെ ശരീരത്തിലെ മാംസത്തിലേക്ക് ആഞ്ഞു പതിഞ്ഞു. തിരിച്ചു വലിക്കും തോറും ആഴങ്ങളിലേക്ക് അത് ഇറങ്ങും. 2 പട്ടാളക്കാരുടെ ബലിഷ്ഠമായ 4 കരങ്ങൾ ഒരുമിച്ച് ചേർന്ന ചാട്ട വലിക്കുമ്പോൾ നദീതീരത്തിരുന്നൊരു കുഞ്ഞ് ചൂണ്ടയിട്ടൊരു കുഞ്ഞു മത്സ്യത്തെ പൊക്കുന്നത് പോലെ യേശുവിൻ്റെ പുറത്തെ മാംസം ആ ചൂണ്ട പറിച്ചു കീറുകയാണ്. വേദന കൊണ്ട് പിടയുന്ന നസ്രായനായ യേശുവിനെ ഇന്ന് രാത്രി കാണാതെ ഇവിടുന്ന് പോകരുതേ. നമ്പർ 2, രണ്ടാമത്തെ ശബ്ദം. അവർ യേശുവിൻ്റെ പുറത്തേക്ക് അടിച്ചു.
റോമൻ ചാട്ടവാർ യേശുവിൻ്റെ പുറത്ത് വന്ന് വീണു. ചാട്ടയൊന്ന് വലിക്കുമ്പോൾ ആ ചൂണ്ട യേശുവിൻ്റെ പുറത്തേക്കൊന്ന് ആഴ്ന്നിറങ്ങും. പട്ടാളക്കാർ ചേർന്ന് ചാട്ടവാർ വലിക്കുമ്പോൾ മാംസം പറിച്ചുകൊണ്ടാണ് ആ റോമൻ ചാട്ടവാർ തിരിച്ചു വരുന്നത്. നമ്പർ 3, മൂന്നാമത്തെ ശബ്ദം. അവർ യേശുവിൻ്റെ പുറത്തേക്ക് അടിച്ചു. റോമൻ ചാട്ടവാർ തിരിച്ചു വലിക്കുമ്പോൾ യേശു കർത്താവിൻ്റെ പുറത്ത് മാംസം പറയുക. നമ്പർ 4, അവർ യേശുവിൻ്റെ പുറത്തേക്ക് അടിച്ചു. റോമൻ ചാട്ടവാർ തിരിച്ചു വലിക്കുമ്പോൾ യേശു കർത്താവിൻ്റെ പുറത്തുനിന്ന് മാംസം പറയുക. നമ്പർ 5, നമ്പർ 6, നമ്പർ 7, റോമൻ പട്ടാളക്കാർ യേശുവിൻ്റെ പുറത്തേക്ക് അടിച്ചു. റോമൻ ചാട്ടവാർ തിരിച്ചു വലിക്കുമ്പോൾ യേശുവിൻ്റെ പുറത്തെ മാംസം പറഞ്ഞു വരികയാണ്. നമ്പർ 8, എട്ടാമത്തെ ശബ്ദം. യേശുവിൻ്റെ പുറത്തേക്ക് ആ റോമൻ ചാട്ടവാർ ആഞ്ഞു പതിച്ചു. ഞാൻ വിശ്വസിക്കുന്നു ആ ശബ്ദം പെരുങ്കടവിള ദേശത്തെ പിശാചിൻ്റെ ഗോഡൗണിൽ കേൾക്കുന്നുണ്ട്. നമ്പർ 9, അവർ യേശുവിൻ്റെ പുറത്തേക്ക് അടിച്ചു. റോമൻ ചാട്ടവാർ തിരിച്ചു വലിക്കുമ്പോൾ മാംസം പറയുകയാണ്. നമ്പർ 10, അവർ എൻ്റെ യേശുവിൻ്റെ പുറത്തേക്ക് അടിച്ചു. റോമൻ ചാട്ട തിരിച്ചു വലിക്കുമ്പോൾ മാംസം പറയുകയാണ്. ഈ അന്തരീക്ഷം ശാന്തമായിരിക്കാം, പക്ഷെ മറ്റൊരന്തരീക്ഷം ശാന്തമല്ല. കാര്യം അവൻ ആയുധം വെച്ച് കീഴടങ്ങിയ ഏക സ്ഥലമാണ് ഇന്ന് രാത്രി നമ്മളിവിടെ ഉയർത്തുന്നേ. നമ്പർ 11, 11ാമത്തെ ശബ്ദം. എൻ്റെ യേശുവിൻ്റെ പുറത്തേക്ക് അവർ അടിച്ചു. ചാട്ടവാർ യേശുവിൻ്റെ ശരീരത്തെ ചുറ്റി. പട്ടാളക്കാർ തിരിച്ചു വലിക്കുമ്പോൾ മാംസം പറഞ്ഞു വരികയാണ്. വേദന കൊണ്ട് പുളയുന്ന നസറായൻ ആർക്ക് വേണ്ടിയാ? എനിക്ക് വേണ്ടിയാ. നമ്പർ 12, നമ്പർ 13, നമ്പർ 14, നമ്പർ 15, 15ാമത്തെ ശബ്ദം. യേശുവിൻ്റെ പുറത്തേക്ക് അവർ അടിച്ചു. പെരുങ്കടവിള ദേശമേ, ദേശമേ, അവൻ്റെ വചനം കേട്ടുകൊള്ളുവീൻ. ഇരുട്ടാകുന്നതിനും നിങ്ങളുടെ കാൽ അന്ധകാര പർവ്വതത്തിൽ തട്ടിയിടറുന്നതിനും മുമ്പേ നിന്റെ കർത്താവിന് തക്ക മഹത്വം കൊടുത്തുകൊള്ളുക. യേശു നിനക്കായി അടിക്കപ്പെട്ടു. പെരുങ്കടവിള ദേശമേ, തത്വസംഹിതകൾ എഴുതി തന്ന് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ ഒരു അപ്പനെ അല്ല ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്നേ. തൻ്റെ മടിയിൽ ഓമനകുമാരനായിരുന്നവനെ സ്വർഗീയ മഹിമകളെല്ലാം വെടിഞ്ഞ് താണഭൂവിലേക്ക് അയച്ചിട്ട് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി പാപമൊഴികെ സകലതിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ട് മരണത്തോളം പിതാവിനെ അനുസരിച്ച നസറായനെ തന്നിട്ടാ ഈ ലോകത്തെ സ്നേഹിച്ചത്. തൻ്റെ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി തന്ന് നമ്മെ സ്നേഹിച്ച പിതാവിൻ്റെ സ്നേഹം ഓർക്കുമ്പോൾ എങ്ങനെ പാടാതിരിക്കും, എങ്ങനെ ഉയർത്താതിരിക്കും, അവനെ എങ്ങനെ പറയാതിരിക്കും, എങ്ങനെ കൈ ഉയരാതിരിക്കും, അല്ലേ, എങ്ങനെ കൈ അടിക്കാതിരിക്കും, എങ്ങനെ ഹല്ലേലൂയ പറയാതിരിക്കും. അതെ, അവൻ്റെ സ്നേഹത്തിനൊപ്പം വെക്കാൻ ഉലകത്തിൽ മറ്റൊരു സ്നേഹമില്ല. കാൽവറി ക്രൂശിലെ സ്നേഹമേ, എന്നെ വീണ്ടെടുത്ത മകൾ സ്നേഹമേ, പൊന്നുമാറോടണച്ചിടും സ്നേഹമേ, എൻ്റെ കണ്ണീർ തുടച്ചിടും സ്നേഹമേ, പൊന്നുമാറോടണച്ചിടും സ്നേഹമേ, എൻ്റെ കണ്ണീർ തുടച്ചിടും.
പാടാം, എന്നെ ഹെൽപ്പ് ചെയ്യാം. ഇല്ല, ഞാനടുത്ത ആളെ സ്റ്റേജിൽ കയറ്റും. എനിക്ക് ആൾക്കാർ ഇവിടെ താടിയിരിപ്പുണ്ട്, നാളെ ഞാൻ കയറ്റും. കാൽവറി ക്രൂശിലെ സ്നേഹമേ, എന്നെ വീണ്ടെടുത്ത മകൾ സ്നേഹമേ, കാൽവറി ക്രൂശിലെ സ്നേഹമേ, എന്നെ വീണ്ടെടുത്ത മകൾ സ്നേഹമേ, പൊന്നുമാരോടണച്ചിടും സ്നേഹമേ, എൻ്റെ കണ്ണീർ തോട കൈതട്ടാം. കാൽവറി ക്രൂശിലെ സ്നേഹമേ, എന്നെ വീണ്ടെടുത്ത മകൾ സ്നേഹമേ, പൊന്നുമാരോടണച്ചിടും സ്നേഹമേ, എൻ്റെ കണ്ണീർ തുടച്ചിടും സ്നേഹമേ, പൊന്നുമാരോടണച്ചിടും സ്നേഹമേ, എൻ്റെ കണ്ണീർ തുടച്ചിടും സ്നേഹമേ. ഈ വരി പാടിയപ്പോൾ ഒരനുഭവം പറയാതിരിക്കാൻ ഒക്കത്തില്ല. ഞാൻ കോട്ടയം ജില്ലയിൽ ഞങ്ങളുടെ നാട്ടിൽ ഒരു കൺവെൻഷൻ പ്രസംഗിക്കുക. ഇതുപോലെ ഷജി പാസ് പറഞ്ഞ പോലെ തന്നെ ക്രൂശനെ പ്രസംഗിക്കണമെന്ന് പറഞ്ഞാൽ വിളിച്ചെന്ന് പറഞ്ഞു. ഞാൻ മെസ്സേജ് പ്രസംഗിക്കുമ്പോൾ ഈ പാട്ട് പാടി. ഹല്ലേലൂയ. അറിഞ്ഞുകൊണ്ട് പാടുന്നതല്ല, ആ സമയത്ത് വന്നപ്പോൾ ഞാനങ്ങ് പാടിയെന്നുള്ളത്. ലിറിക്സ് പോലും മൊത്തം എനിക്ക് അറിയത്തില്ല. സ്തോത്രം. അതുകൊണ്ടാണ് 4 വരി പാടി അങ്ങ് നിർത്തിയത്. ഹല്ലേലൂയ. ഇതങ്ങോട്ട് പാടി ഉടനെ ഒരു ദൈവശക്തി ഇറങ്ങി. ഒരു മനുഷ്യൻ ഓടിക്കിതച്ചെത്തുക. ചോദിച്ചു, എന്തു പറ്റി? എനിക്ക് സ്നാനപ്പെടണം. വർഷങ്ങളായി എതിർത്ത് പറഞ്ഞുകൊണ്ടിരുന്നൊരു മനുഷ്യൻ, ഞാൻ ജീവനോടെ ഭൂമിയിലുണ്ട്, സ്നാനപ്പെടുകയില്ല എന്ന് നിർബന്ധം പറഞ്ഞവൻ ഈ പാട്ട് പാടിയോർന്നെ അലിഞ്ഞുപോയി. കാൽവറി ക്രൂശിലെ സ്നേഹമേ, എന്നെ വീണ്ടെടുത്ത മകൾ സ്നേഹമേ, കാൽവറി ക്രൂശിലെ സ്നേഹമേ, എന്നെ വീണ്ടെടുത്ത മകൾ സ്നേഹമേ, പൊന്നുമാരോടണച്ചിടും സ്നേഹമേ, എൻ്റെ കണ്ണീർ തുടച്ചിടും സ്നേഹമേ, പൊന്നുമാരോടണച്ചിടും സ്നേഹമേ, എൻ്റെ കണ്ണീർ തുടച്ചിടും സ്നേഹം. യേശുവിൻ്റെ ക്രൂശ് ചിലരെ ആകർഷിക്കുന്ന രാത്രിയാകട്ടെ. നമ്പർ 16, 16ാമത്തെ ശബ്ദം. അവർ യേശുവിൻ്റെ പുറത്തടിച്ചു. ചാട്ടവാർ തിരിച്ചു വലിക്കുമ്പോൾ മാംസം പറഞ്ഞു വരികയാണ്. നമ്പർ 17, നമ്പർ 18, 19, 20, 20ാമത്തെ ശബ്ദം. യേശുവിൻ്റെ പുറത്തുനിന്ന് മാംസം പറയുകയാണ്. പീലാത്തോസ് വിധിച്ചതാ, വിസ്തരിച്ചിട്ട് വിധിച്ചതാ. അടിച്ചു റോമൻ നിയമപ്രകാരം. എന്ത് തെറ്റാ ചെയ്ത്? ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ ഒരു തിരുവെഴുത്തിൻ്റെ നിവൃത്തിക്ക് വേണ്ടി പീലാത്തോസിനെ കൊണ്ട് അങ്ങനെ വിധി തീർപ്പ് കൽപ്പിച്ചവനാ പിതാവ്. നിന്നെ സ്നേഹിച്ച സ്നേഹമെന്ന് പറഞ്ഞാൽ കേവലം ഒരു സ്നേഹമല്ല, ശരീരത്തിലെ മുഴുവൻ രക്തവും നിനക്ക് തന്ന് നിന്നെ സ്നേഹിച്ച ഒറ്റയാളെ ഈ ഭൂമിയിലുള്ളു കേട്ടോ. പലരും നിൻ്റെ ഉയിരെടുക്കാൻ വേണ്ടി, ജീവനെടുക്കാൻ വേണ്ടി പലരും നിൻ്റെ പുറകെ കൂടിയപ്പോൾ, പതിയിരിപ്പുകാരെ അയച്ചപ്പോൾ, നിൻ്റെ വീട് ആത്മഹത്യ നടക്കണം, നിൻ്റെ വീട്ടിൽ കൊലപാതകം നടക്കണം, നിൻ്റെ വീട് രക്തച്ചൊരിച്ചിലാകണമെന്ന് പറഞ്ഞ് പിശാചിനെ അയച്ചപ്പോൾ, പിശാച് നിൻ്റെ രക്തം കുടിക്കാൻ വേണ്ടി ഓരോ രാത്രികളിലും പതിയിരുന്ന് ആക്രമിച്ചപ്പോൾ തിരിച്ചറിയുക, ഞങ്ങളെ ഉയർത്തുന്ന നസ്രായന് നിൻ്റെ രക്തമല്ല വേണ്ടത്. അവൻ തൻ്റെ ചങ്കിലെ ചോര മുഴുവൻ നിനക്ക് തന്ന് നിന്നെ സ്നേഹിച്ച സ്നേഹമാ. അതുകൊണ്ടാണ് ഈ കഠോര ശബ്ദത്തിലാണെങ്കിലും ഉറക്കെ പ്രഖ്യാപിക്കുന്നത്, ഇതുപോലെ ഒരു നാമമേ ഭൂമിയിലുള്ളൂ, അതെന്റെ യേശുവിൻ്റെ നാമമാണ്. നമ്പർ 21, യേശുവിൻ്റെ പുറത്തേക്ക് പട്ടാളക്കാർ അടിച്ചു. റോമൻ ചാട്ടവാർ തിരിച്ചു വലിച്ചു. മാംസം പറഞ്ഞു വരികയാണ്. സഹോദരങ്ങളെ, വസ്ത്രം കല്ലിൽ തല്ലി അലക്കുന്നത് പോലെ യേശുവിൻ്റെ കെട്ടിയിട്ടവർ തല്ലി തല്ലി കീറുകയാണ്. ഒരു സത്യം സഭയോട് പറയാതിരിക്കാൻ ഒക്കത്തില്ല. പഴയ നിയമത്തിൽ ആദ്യത്തെ ആദാമിന് ഒരു മണവാട്ടിയെടുക്കാൻ വേണ്ടി ഗാഠനിദ്ര കൊടുത്തെന്നാണ് ബൈബിൾ പറയുന്നത്. അവന് ഗാഠനിദ്ര കൊടുത്തിട്ട് വാരിയല്ലിൽ ഒന്നെടുത്ത് മണവാട്ടിയെ
തിരിച്ചു കൊടുക്കുമായിരുന്നു. പുതിയ നിയമത്തിൽ ഒടുക്കത്തെ ആദാമാകുന്ന നസറായന് മണവാട്ടിയെ കിട്ടാൻ ഗാഠനിദ്രയല്ല കൊടുത്തത്, തല്ലിക്കീറി അതിൻ്റെ അകത്തുനിന്നെടുത്തതാ മണവാട്ടിയെ. സ്തോത്രം, 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 സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി അല്പം അഭിഷേകത്തോടെ വേണം ഇത് കൈമാറാൻ. നിന്നെ എടുത്തത് ഗാഠനിദ്ര വരുത്തിയിട്ട് എല്ലിൽ നിന്നെടുത്തതല്ല നിന്നെ, മറിച്ച് അവനെ ഇട്ട് കെട്ടി തല്ലിക്കീറി അകത്തുനിന്നാണ് നിന്നെ പുറത്തെടുത്തതെങ്കിൽ അല്പം അഭിമാനത്തോടെ വേണം ഈ രാത്രി ഇതിൻ്റെ അകത്തിരുന്ന് സ്തോത്രം ചെയ്യാൻ. എന്നെ വിലയ്ക്ക് വാങ്ങിയതാ, ഞാൻ നഷ്ടപ്പെട്ടു പോയതാ, ഞാൻ നഷ്ടപ്പെട്ടു പോയതാ. ഞാൻ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സൺഡേ സ്കൂൾ ടീച്ചർ ഒരു സ്റ്റോറി പറഞ്ഞ് കേൾപ്പിച്ചിട്ടുണ്ട്. കൊച്ചും പ്രായങ്ങളിൽ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ സൺഡേ സ്കൂളിൽ പഠിച്ചതാ. വീട്ടിലൊരു കുഞ്ഞ് അപ്പനുമായിട്ട് മല്ലുപിടുത്തം, എനിക്ക് ഇന്ന ടോയ് വേണം, ഇന്ന ടോയ് വേണം, ഇന്ന ടോയ് വേണം, ഇന്ന ടോയ് വേണം പറഞ്ഞു പിടിച്ച് വന്നപ്പോൾ വെള്ളത്തിലൊഴുകുന്നൊരു ചെറിയ സാധനം മേടിച്ചു കൊടുക്കേണ്ടത്. അതിനെന്താ, കൊടുക്കാം, വില കൂടിയ സാധനമാണ്, മേടിച്ചു കൊടുത്തു. പക്ഷേ ഒരു സമയം വന്നപ്പം കൊച്ചിനത് നഷ്ടപ്പെട്ടു പോയി. ആരോ വീശി പിടിച്ച് വന്നപ്പോഴത്തേനും വലയിൽ കുരുങ്ങിയ സാധനം എടുത്ത് അടുത്തൊരു കടയിൽ കൊണ്ട് കൊടുത്തു. കിട്ടിയ വിലയ്ക്ക് അദ്ദേഹം അത് വിറ്റിട്ട് അദ്ദേഹം പോയി. ഈ കുഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പം അപ്പനുമായിട്ട് ആ കട വിസിറ്റ് ചെയ്തപ്പോൾ കൊച്ചിൻ്റെ ടോയ് അതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. കൊച്ചിനത് അറിയത്തില്ല, നഷ്ടപ്പെട്ടിട്ട് ഇദ്ദേഹം വിലയ്ക്ക് മേടിച്ച് വെച്ചിരിക്കുന്നതാണ്. കൊച്ചു പറഞ്ഞു, ഇത് എൻ്റെ, എനിക്ക് തരണം. കടക്കാരൻ പറഞ്ഞു, നോ, ഇത് ഞാൻ വിലയ്ക്ക് ഒരാൾ വന്ന് വിറ്റതാ, എനിക്ക് വില തരാമെങ്കിൽ ഞാൻ തിരിച്ചു വന്നേക്കാം. കൊച്ചു പറഞ്ഞത് എൻ്റെയാ ഡാഡിക്ക് മനസ്സിലായി വില കൊടുക്കാതെ കിട്ടുകയില്ല. അപ്പം പറഞ്ഞു, തന്നേര്, വില തന്നേക്കാം. വില കടക്കാരന് കൊടുത്തിട്ട് കൊച്ചിനത് തിരിച്ചു കൊടുത്തു. സഹോദരാ, നീ അവൻ്റെ ആയിരുന്നു, പക്ഷെ നഷ്ടപ്പെട്ടു പോയതാ. പക്ഷെ നിന്നെ വില കൊടുത്ത് മേടിക്കാൻ ഒരാൾ വന്നു. ഒരുപക്ഷെ നീ രക്ഷിക്കപ്പെട്ടതിന് ശേഷം പിന്മാറിപ്പോയ ഒരാളായിരിക്കാം. നീ ഭാരപ്പെടണ്ട, വില കൊടുത്ത ഒരാളുണ്ട്, നിന്റെ പേരിൽ വില കൊടുത്ത ഒരാളുണ്ട്. നിന്നെ രക്ഷിച്ച നിയമരക്തത്തെ മലിനമെന്ന് എണ്ണിയതിൻ്റെ വേദന നിനക്കുണ്ടായിരിക്കാം. ഭാരപ്പെടണ്ട. ഇന്ന് രാത്രി നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത്, നിൽക്കുന്ന നിൽപ്പിൽ, നടക്കുന്ന നടപ്പിൽ മനസ്സുരുകി ഒന്ന് പ്രാർത്ഥിക്കാമെങ്കിൽ ആ രക്തം ഒരു പ്രാവശ്യം കൂടി നിന്നെ ശുദ്ധീകരിക്കും. നിന്നെ വിലയ്ക്ക് മേടിച്ചതാ, നിന്നെ വിലയ്ക്ക് മേടിച്ചതാ, നിന്നെ വിലയ്ക്ക് മേടിച്ചതാ. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. ആ കടക്കാരന് വില കൊടുത്തിട്ടാ കൊച്ചിന് ഈ ടോയ് തിരിച്ചു മേടിച്ചു കൊടുത്തതെങ്കിൽ തട്ടിക്കൊണ്ടുപോയ പിശാചിൻ്റെ കയ്യിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ പിശാചിനല്ല വില കൊടുത്തേ. തിരിച്ചറിയണം, പിശാചിൻ്റെ കയ്യിലല്ല വില കൊടുത്തേ. ദൈവനീതിയുടെ മുമ്പിൽ ചങ്കിലെ ചോര വിലയായി വെട്ടികെട്ടി അതിനെ മറുവില എന്ന് പറയുന്നേ. ദുഷ്ട പിശാചെ, നിനക്കല്ലട ചങ്കിലെ ചോര തന്നേ. ദൈവത്തിൻ്റെ നിയമരക്തത്തിന്, ദൈവത്തിൻ്റെ നീതിക്ക് വേണ്ടി യേശുവിൻ്റെ ചങ്കിലെ ചോര വെച്ച് കെട്ടിയിട്ട എന്നെ വിലയ്ക്ക് വാങ്ങിയതെന്ന് പറയാൻ ചങ്കുറപ്പുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അതാണ് ദൈവനീതിക്ക് മറുവിലയായി വെച്ച് കെട്ടിയ ദൈവനീതിക്ക് തട്ടിക്കൊണ്ടുപോയത് പിശാച. പക്ഷേ പിശാചിനും അവന്റെ കിങ്കരന്മാർക്കുമല്ല വില കൊടുത്തത്, ദൈവത്തിന്റെ നീതിക്കായിരുന്നു. വിലക്ക് മേടിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി ആർപ്പോടെ ദൈവത്തിന് സ്തോത്രം ചെയ്തോ. വില കൊടുത്ത് വാങ്ങിയവന് സ്തോത്രം ചെയ്തോ. മറിച്ചു വിറ്റതാ പിശാച് നിന്നെ, പക്ഷേ തിരിച്ചു മേടിച്ചവനാ നസറായനായ യേശു. ഈ പ്ലാറ്റ്ഫോമിൽ ഞാൻ ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയുകയാണ്. അസാധാരണമായ ദൈവ സാന്നിധ്യം ഞാൻ തിരിച്ചറിയുകയാ. നിനക്ക് വേണ്ടി വില കൊടുത്ത ഒരാൾ നിന്റെ അടുക്കൽ വന്ന് നിൽക്കുക കേട്ടോ. അവൻ നിന്നോട് പറയുന്നു, സഹോദര, ഇട്ടേച്ചു പോകരുത്, ഈ സ്നേഹം അറിയാതെ പോകരുത്, ഈ സ്നേഹം നിനക്ക് മാത്രമാണ്. ആർക്കും വേണ്ടാത്തവൻ എന്നതുപോലെയാണോ നീ ഇപ്പോൾ ജീവിക്കുന്നത്? കാര്യം കണ്ടതിന് ശേഷം വലിച്ചെറിയുന്ന ഒരു കറിവേപ്പിലയെ പോലെ
മറ്റുള്ളവർക്ക് വേണ്ടിയെല്ലാം ജീവിച്ചിട്ട് അവസാനം ആർക്കും വേണ്ടാത്ത ജീവിതത്തിൻ്റെ അന്ത്യം, സായാഹ്നം നിന്നെ തേടിയെത്തിയോ? രാത്രി കർത്താവ് പറയുന്നു, പരിതപിച്ച് പോകണ്ട, നിന്നെ ആവശ്യമുള്ള ഒരാൾ വന്നിട്ടുണ്ട്. ഒരു കഴിവുമില്ല, നീ ഞങ്ങൾക്ക് തലവേദനയോ ഒന്ന് മാറിത്തരാമോ എന്ന് വീട്ടുകാരോ നാട്ടുകാരോ ചോദിച്ച ശബ്ദം കേട്ട് ഒരാൾ എന്നെ കേൾക്കുന്നെങ്കിൽ അതേ കാതിൽ ഇന്ന് രാത്രി യേശുവിൻ്റെ മാർദ്ദവ സ്വരം വരികയാ, മകനെ നീ എൻ്റെ പ്രാണൻ്റെ വിലയാ, മകളെ നീ എൻ്റെ പ്രാണൻ്റെ വിലയാ. എന്തോ ഇതിൻ്റെ അകത്തൊരു അസാധാരണ ദൈവ സാന്നിധ്യം ചലിക്കുന്നത് ഞാൻ അറിയാം. ഒരുപക്ഷെ നിങ്ങൾ രക്ഷിക്കപ്പെട്ട വ്യക്തിയായിരിക്കാം, സ്നാനമേറ്റ വ്യക്തിയുമായിരിക്കാം. പക്ഷെ ഇപ്പം ദൈവസഭയുമായി ബന്ധമില്ലാതെ ഒരുപക്ഷെ പിശാച് നിങ്ങളിങ്ങനെ കയ്യിലിട്ട് അമ്മാനപാടുമായിരിക്കാം. നിങ്ങളോട് ഞാൻ ആത്മാവിൽ പറയുന്നു, ആ അനുഭവങ്ങളുടെ അവസാനത്തെ രാത്രിയായത്. ഇന്നു മുതൽ കർത്താവ് നിന്നെ കൊണ്ടു നടക്കാൻ പോവാ. യേശു നിന്നെ സ്നേഹിക്കുക, ചങ്കു തുറന്ന് സ്നേഹിക്കുക. നീ യേശുവിനെ വിട്ടുപോയെങ്കിലും നീ അറിഞ്ഞില്ല അവൻ നിന്നെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന്. ഒരു മനോഹരമായൊരു പാട്ടുണ്ട്, ഇത്രമേൽ ഇത്രമേൽ എന്നെ സ്നേഹിച്ചുവോ, അതെത്രയോ വിചിത്രം യേശു രക്ഷക. എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. എൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു ദിവസമുണ്ട്. ഒരു മനുഷ്യൻ്റെ വിടുതൽ മറ്റൊരു രാജ്യത്താണ്. ഒരു മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ ഇറങ്ങുമ്പോൾ എന്നെ വേറൊരു സ്ഥലത്ത് കൊണ്ടാക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു മനുഷ്യൻ, യോഗ്യനായൊരു മനുഷ്യൻ, തൻ്റെ വാഹനത്തിൽ ഞാൻ കയറി. എന്നെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു. എന്നോട് ചോദിച്ചു, പേരെന്താ? ഞാൻ പറഞ്ഞു സാം ജോസഫ്. തിരിച്ച് ഞാൻ ചോദിച്ചു, അങ്കിളുടെ പേരെന്താ? പേര് പറഞ്ഞു. അടുത്തത് അദ്ദേഹമല്ല, ഞാനാ പറയുന്നത്. ബ്രദർ, നിങ്ങളുടെ വോയിസ് കേട്ടപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി. നല്ല വോയിസാണ് നിങ്ങളുടെ. ഈ ശബ്ദം യേശുവിന് കൊടുക്കണം. വേറൊന്നും പറഞ്ഞിട്ടില്ല. ആ വണ്ടി മെല്ലെ മുമ്പോട്ട് പോയി, സ്പീഡ് കുറഞ്ഞു, ട്രാക്ക് മാറി, സൈഡിൽ ചവിട്ടി, വാവിട്ട് കരയാൻ തുടങ്ങി അദ്ദേഹം. വണ്ടി പാർക്ക് ചെയ്തു. ഞാൻ ചോദിച്ചെന്ത് പറ്റി? ഒന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു, പാസ്റ്റർ, ഞാൻ കർത്താവിനെ കണ്ട ഒരു വിശ്വാസിയായിരുന്നു, പക്ഷേ നിൽക്കാൻ പറ്റിയില്ല, ഞാൻ പിന്മാറ്റക്കാരനായിപ്പോയി. ഇപ്പോൾ ഒരു സഭയിലും ഞാൻ ഇല്ല, ഞാനിങ്ങനെ എൻ്റെ ജോലിയും ചെയ്തു പോവുക. കാണുന്നവരെല്ലാം എന്നെ പിന്മാറ്റക്കാരനെന്നേ പറഞ്ഞിട്ടുള്ളൂ. ജീവിതത്തിൽ ആദ്യ ഒരാളൊരു നല്ല കാര്യം പറയുന്നേ, അതുകൊണ്ട് പൊട്ടിപ്പോയതാ. ഞാൻ പറഞ്ഞു, സഹോദരൻ ഒരു കാര്യം ചെയ്യും, യേശു നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ടല്ലേ എനിക്കങ്ങനെ പറയാൻ പറ്റുമോ? അടുത്ത മീറ്റിങ്ങിൽ എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. എപ്പോഴും ഈ രാജ്യത്തുനിന്ന് പോകുന്നേ, അത്രയും ദിവസം ഞാനുണ്ടാവും. ഒറ്റ വാക്കുകൊണ്ട് അദ്ദേഹം തിരിച്ചു വന്നു. ഇന്ന് രാത്രി നിന്നെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാ ഈ മീറ്റിംഗ് ഇവിടെ വെച്ചത്. ഇത്രമേൽ ഇത്രമേൽ എന്നെ സ്നേഹിച്ചുവോ, ഇതെത്രയോ വിചിത്രമേശു രക്ഷക. എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. എങ്ങനെ? എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. ഇത്രമേൽ ഇത്രമേൽ എന്നെ സ്നേഹിച്ചുവോ, ഇതെത്രയും വിചിത്രം യേശു രക്ഷക. എത്ര ദൂരം അങ്ങ് വീട്ടോടി ഞാൻ. ഒന്ന് ചിന്തിച്ചേ, ഇത്രയും ദൂരം ഓടിപ്പോയിട്ടും വഴിയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന ഒരാളെ. എന്തിനാ വെയിറ്റ് ചെയ്യുന്നറിയാമോ? കുറച്ച് കഴിയുമ്പോൾ ആൾ വരും. ആ വെയിറ്റിംഗ് ഡേറ്റാ ഈ 4 ദിവസം.
നീ വരും. തള്ളിക്കളഞ്ഞപ്പോഴും തള്ളിക്കളഞ്ഞതില്ലെന്ന് നീ, ചൂടുള്ളൊരപ്പവും കുളിരിനാ ചൂടും പകർന്നു തന്നെന്നിൽ നീ, തള്ളിപ്പറഞ്ഞപ്പോഴും കമാൺ തള്ളിക്കളഞ്ഞതില്ലെന്ന് നീ, ചൂടുള്ളൊരപ്പവും കുളിരിനാ ചൂടും പകർന്നു തൻ എന്നിൽ നീ, ഇത്രമേൽ എന്നെ സ്നേഹിച്ചുവോ, ഇതെത്രയും വിചിത്രം യേശു രക്ഷക, എത്ര ദൂരം അങ്ങ് വീട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. നമ്പർ 39, 39ാമത്തെ ശബ്ദം. 1 കുറേ 40 അടി എന്ന് വെച്ച 39 പ്രാവശ്യം റോമൻ ചാട്ടവാർ ആഞ്ഞു പതിച്ചു എൻ്റെ നസറായൻ്റെ ശരീരത്തിൽ. അടിച്ചു കീറി ഉപ്പും വിനാഗിരിയും കൂടി ചേർത്ത ലായനിയിൽ ചാട്ടം മുക്കി 39 പ്രാവശ്യം അടിച്ചപ്പോൾ അനുഭവിച്ച വേദനയുടെ കണക്കാർക്ക് പറയാൻ പറ്റും, ആർക്ക് പ്രസംഗിച്ച് ഫലിപ്പിക്കാൻ പറ്റും? എൻ്റെ യേശു അനുഭവിച്ച വേദനയുടെ ആഴം അതെനിക്ക് വേണ്ടിയായിരുന്നെന്ന് ഉറപ്പിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി എത്ര പേരിവിടെയുണ്ട്? 40ാമതൊരു അടിയടിക്കുവാൻ റോമൻ നിയമം അനുശാസിക്കുന്നില്ല. കാര്യം പിന്നെ ശിക്ഷിക്കാൻ അനുവാദമില്ലാത്തത് കൊണ്ടാണോ? അതോ റോമൻ പട്ടാളക്കാരെ സത്യം പറ അടിച്ചു കീറുവാൻ പുറത്ത് മാംസമില്ലാത്തത് കൊണ്ടാണോ? എൻ്റെ യേശു ഉഴവുകാർ ഉഴുതുമറിക്കുന്ന നിലം കണക്കെ പുറമെല്ലാം തല്ലിക്കേറി വേദന അനുഭവിച്ച് മരണമാസ്വദിക്കുവാൻ ക്രൂശ് ചുമക്കുവാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന നസ്രായൻ്റെ അടുക്കിലേക്ക് പെരുങ്കടവിള ദേശത്ത് നിന്ന് ആരെങ്കിലും ഒരാൾ ഗബ്ബത്തായുടെ കൽത്തളത്തിൻ്റെ അടുക്കിലേക്ക് നടന്നു ചെന്ന് ഒന്ന് ചോദിക്കണം, ഗുരു, നസറായനെ ഗതശമന പൂങ്കാവനത്തിൽ വെച്ച് പിടിക്കാൻ വന്നപ്പോൾ ഞാനാകുന്നു എന്നൊന്ന് പറഞ്ഞതല്ലേ? വന്ന പട്ടാളക്കാർ താഴെ വീണെങ്കിൽ വില്ല് പോലെ വളച്ചു നിർത്തി കൈകെട്ടി ചാട്ടവാറ് കൊണ്ടൊന്ന് അടിക്കുമ്പോൾ ഞാനാകുന്നെന്നൊന്ന് പറഞ്ഞാൽ പോരെ? അടിക്കാൻ പട്ടാളക്കാർ ഗബത്തായി കാണുമോ? എന്താ ഉരിയാടാതെ ഊമനായിരുന്നേ? അവിടെ യേശു ആൻസർ ചെയ്യും, നീ വായിച്ചിട്ടില്ലേ മകനെ 1 പത്രോസ് 2:24, അവൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നെന്ന് ഒരു തിരുവെടുത്ത് നീ വായിച്ചിട്ടില്ലേ? ഈ അടിയെല്ലാം കൊള്ളുന്നത് എന്തിനാണെന്നറിയാവോ? എൻ്റെ മക്കൾ സൗഖ്യമാകാൻ വേണ്ടിയാ. എൻ്റെ ജനം സൗഖ്യമാകണം. ഭൂമിയിൽ എവിടെയുള്ള ജനമാണെങ്കിലും അവർ ഹീലാകണം. പെരുങ്കടവുള്ള ദേശത്തെ ഈ ആദ്യ രാത്രിയിലെ ഈ മീറ്റിംഗ് നിന്നെ സൗഖ്യമാക്കുന്ന രാത്രിയാണ്. നിന്റെ ഏത് രോഗത്തിനും പരിഹാരം തരുവാൻ നസറായനായ യേശു അടിപ്പിണർ ഏറ്റു. അവന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ഇന്ന് രാത്രി സൗഖ്യത്തിന്റെ ശക്തി അടിപ്പിണർ കൊണ്ട് സംഭവിക്കുകയാ. രോഗം കൊണ്ട് കെട്ടിയതിനെ ഇന്ന് രാത്രി അടിപ്പിണർ കൊണ്ട് അവൻ അഴിക്കുകയാ. നീ രോഗിയാണോ? നിന്റെ ഹാർട്ട് അറ്റാക്ക് ഇന്ന് രാത്രി ഹീലാവുകയാ. ഹാർട്ടിന്റെ ഡിസീസ് ഇന്ന് രാത്രി സൗഖ്യമാക്കാൻ അടിപ്പിണറിന് കഴിയും. കമാൺ, വിശ്വസിക്കുക. നിന്റെ തൈറോയിഡിന്റെ പ്രോബ്ലം, ഓപ്പറേഷന് വേണ്ടി വിധേയപ്പെട്ട നിന്റെ അവസ്ഥ ഇന്ന് രാത്രി യേശു സൗഖ്യമാക്കാൻ പോകുകയാ. ആർത്രൈറ്റിസ് യേശു സൗഖ്യമാക്കാൻ പോകുകയാ. നിന്റെ ഹെഡേക്ക്, ബാക്ക് പെയിൻ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഹീലാവുകയാ. നിന്റെ ക്യാൻസറിന്റെ രോഗം യേശുവിന്റെ അടിപ്പിണരുകളാൽ ഇന്ന് രാത്രി സൗഖ്യമാവുകയാ. സൗഖ്യത്തിന്റെ ശക്തി ഇതിൻ്റെ അകത്ത് വ്യാപരിക്കട്ടെ. ആര് കൈവച്ചില്ലെങ്കിലും ഇന്ന് രാത്രി യേശുവിന്റെ സൗഖ്യം ഇതിൻ്റെ അകത്ത് ചലിക്കുകയാ. കാര്യം യേശു 39 പ്രാവശ്യം അടിപ്പിണർ ഏറ്റത് നിന്റെ മാരക രോഗത്തിൽ നിന്ന് യേശു സൗഖ്യമാക്കാൻ വേണ്ടിയാ.
അത് ഈ പെരുങ്കടവുള്ള ദേശത്ത് മാത്രമല്ല, ഈ ഓൺലൈനിൽ ഞങ്ങളെ ആരെല്ലാം ശ്രവിക്കുന്നോ, പിന്നീട് ആരെല്ലാം ശ്രവിക്കാൻ സാധ്യതയുണ്ടോ, അവരോടെല്ലാം ഞാൻ കമാൻഡ് ചെയ്യുക, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകാം. നിങ്ങളുടെ അടുത്തിരിക്കുന്നവർ സൗഖ്യമാകുന്ന രാത്രിയായത്. യേശുവിൻ്റെ അടിപ്പിണറിൻ്റെ സൗഖ്യം നിങ്ങൾ അനുഭവിച്ചതാണ്. ക്യാൻസർ സൗഖ്യമായവർ ഇതിൻ്റെ അകത്തുണ്ട്, ട്യൂമർ വിട്ടുമാറിയവർ ഇതിൻ്റെ അകത്തുണ്ട്. യേശു നിന്നെ സൗഖ്യമാക്കിയത് ആയിരങ്ങളെ സൗഖ്യമാക്കാനുള്ള അഭിഷേകം നിനക്ക് തരാൻ വേണ്ടിയാകയാ. ഇന്ന് രാത്രി സൗഖ്യം, 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 സൗഖ്യം. സ്വീകരിക്കുക. മൈഗ്രൻ പോലെ വിട്ടുമാറാത്ത ആ തലവേദന ഇന്ന് രാത്രി നിന്നെ വിട്ടുമാറുകയാ. യേശുവിൻ്റെ നാമത്തിൽ നിന്റെ മനസ്സിൻ്റെ വേദന ഇന്ന് രാത്രി സൗഖ്യമാവുകയാ. ആ സ്കിൻ ഡിസീസുകൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി സൗഖ്യമാവുകയാ. ആ അലർജറ്റിക്കലായ രോഗശക്തികൾ ഇന്ന് രാത്രി നിന്റെ ശരീരം വിട്ട് മാറുകയാ. കമാൻ, യേശുവിൻ്റെ നാമത്തിൽ ഈ രാത്രി സൗഖ്യമാകട്ടെ. ആ രണ്ട് കരങ്ങളും ചേർത്തടിച്ച് അല്പസമയം അന്യഭാഷകളിൽ പ്രാർത്ഥിച്ച സൗഖ്യം റിസീവ് ചെയ്ത് ഈ ദേശം സൗഖ്യമാകട്ടെ, 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 ഈ ദേശം സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്താൽ ഈ ദേശം സൗഖ്യമാകട്ടെ. ഈ ദേശത്തെ രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആ ക്യാൻസർ കുടഞ്ഞു കളയുക. പൗലൂസ പാമ്പിനെ കുടഞ്ഞു കളഞ്ഞ പോലെ ആ രോഗ ആത്മാവിനെ കുടഞ്ഞു കളയുക. നിങ്ങളുടെ അടുത്തിരിക്കുന്നവരിലേക്ക് ദൈവശക്തി പകരപ്പെടട്ടെ. ഈ രാത്രി ഹീലിംഗിന്റെ രാത്രിയാകട്ടെ. അറബി അംദൽ ഖമനി റഗദലയ പ്രൗഡമനഗ സൈന്റിബി അറട്ടബ ഹതന ഹതനി ഹതനാസിയ അറബ ഖന. ചികിത്സിക്കുവാൻ കയ്യിൽ പണമില്ലാതെ വേദനിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ട്, ഇന്ന് രാത്രി യേശു പറയുന്നു, ചികിത്സിക്കേണ്ട, സൗഖ്യമാക്കാൻ യേശു നിന്റെ അടുക്കൽ ഉണ്ട്. ഈ രാത്രി യേശുവിൻ്റെ സൗഖ്യം തിരിച്ചറിയുക. അവൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. നിങ്ങളുടെ അടുത്തടുത്തിരിക്കുന്നവർ കൈകോർത്ത് പിടിച്ച് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചേ. അടുത്തടുത്തിരിക്കുന്നവർ കൈകോർത്ത് പിടിച്ച് ഒന്ന് രണ്ട് നിമിഷം പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് അഭിഷേകത്തോടെ നിങ്ങളുടെ ശബ്ദം ഉയരട്ടെ, ശബ്ദം ഉയരട്ടെ, ശബ്ദം ഉയരട്ടെ. ഇന്ന് രാത്രി സൗഖ്യം വ്യാപരിക്കുക. ഈ ഗ്രൗണ്ടിൽ സൗഖ്യം വ്യാപരിക്കുക. ആരെല്ലാം രോഗികളായി ഭാരപ്പെടുന്നു അവരെല്ലാം ഇന്ന് രാത്രി ഹീലാവുക, ഹീലാവുക, ഹീലാവുകയാ. മാൽ ഖോറിയ മാഷിയൻ ധാനിയാസ് ബഹൽകനാസിയ അറബി അംദൽ ഖമനിക ബൗഷസിയാര. യേശുവിൻ്റെ നാമത്തിൽ ആ ട്യൂമറുകളെല്ലാം അപ്രത്യക്ഷമാവുക, അപ്രത്യക്ഷമാവുകയാ. യേശുവിൻ്റെ നാമത്തിൽ ആ കിഡ്നി സ്റ്റോൺ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാവുകയാ. കിഡ്നിയുടെ പ്രോബ്ലം ആ ഡയാലിസിസ് ചെയ്യുന്ന വ്യക്തി സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വായി തുറന്ന് പ്രാർത്ഥിക്കുക. ഇതിൻ്റെ അകത്ത് നിങ്ങൾ കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പെരുങ്കടവുള്ള ദേശത്തുള്ള കെടരോഗികൾ സൗഖ്യമായി ചാടി എഴുന്നേൽക്കട്ടെ. മുടന്തന്മാർ ചാടി എഴുന്നേൽക്കട്ടെ. കുരുടന്മാർ കാണട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ചെകിടന്മാർ കേൾക്കട്ടെ. പെരുങ്കടവുള്ള ദേശത്തെ രോഗമിട്ട് കെട്ടിയ മുഴുവൻ കെട്ടുകളും യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാൽ, യേശുവിൻ്റെ അടിപ്പിണരുകളാൽ ഇന്ന് രാത്രി സൗഖ്യം നടക്കുകയാ. Melarahos mahalika tarobakos rimtokos kalaichas tibikana mealkodi marala mashitala kabasi. നിങ്ങളെ കൈക്ക് പിടിച്ച വ്യക്തിയുടെ യേശുവിൻ്റെ നാമത്തിൽ പറ, സൗഖ്യമാവുകയാ. അടിപ്പിണരാൾ സൗഖ്യം പറയുക, അടിപ്പിണരാൾ സൗഖ്യം. അന്തരീക്ഷം ചേഞ്ച് ആകുക. പറയുക, ആ വ്യക്തിയോട് പറ, അടിപ്പിണരുകളാൽ സൗഖ്യമാണ്, അടിപ്പിണരുകളാൽ സൗഖ്യമാണ്, അടിപ്പിണരുകളാൽ സൗഖ്യമാണ്. അവൻ പുരുഷാരത്തെ കണ്ടു മനസ്സലിഞ്ഞു, അവരുടെ രോഗികളെ സൗഖ്യമാക്കി. അവൻ പുരുഷാരത്തെ കണ്ടു മനസ്സലിഞ്ഞു, അവരുടെ രോഗികളെ സൗഖ്യമാക്കി.
ഇന്ന് രാത്രി ഇതിൻ്റെ അകത്ത് ആയിരങ്ങളെ സൗഖ്യമാക്കാൻ അഭിഷേകമുള്ളവർ ഇതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട് കേട്ടോ. ഒത്തിരി പേർക്ക് സൗഖ്യം കൊടുക്കാൻ കൃപയുള്ളവരായി ഇതിൻ്റെ അകത്ത് ഇരിക്കുന്ന പലരും. പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നെ ഈ ഗ്രൗണ്ടിൽ കൊണ്ടുവന്നിരുത്തിയത് ഈ പ്രസംഗം കേൾക്കാൻ വേണ്ടിയല്ല, സൗഖ്യമാക്കാൻ വേണ്ടിയാ. നിങ്ങളുടെ മേൽ അങ്ങനത്തെ ഒരു കൃപയുണ്ട്. ഗിഫ്റ്റ് ഓഫ് ഹീലിങ്സ്, കൃപാവരങ്ങൾ, രോഗശാന്തിയുടെ വരം. യേശുവിൻ്റെ നാമത്തിൽ അത് ഓപ്പറേറ്റ് ചെയ്യണം. ഭാരതം മുഴുവൻ ഓടി നടന്ന് രോഗികളെ സൗഖ്യമാക്കണം. എന്തിനാ രോഗശാന്തി ശുശ്രൂഷ, ഇതൊക്കെ അതല്ലേ ഇതല്ലേ എന്നൊക്കെ പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, രോഗം വന്നവരുടെ വീട് നീ വിസിറ്റ് ചെയ്യണം. അവരനുഭവിക്കുന്ന വേദന അറിഞ്ഞു കഴിയുമ്പോൾ നിൻ്റെ ഹൃദയം തകരും. ആമേൻ. ഒരു മെഡിക്കൽ കോളേജിൻ്റെ കാഷ്വാലിറ്റിയിൽ പോയി നിൽക്ക്. അനുദപിച്ച് വേദനപ്പെട്ട് അലറിക്കരയുന്നവരുടെ നീണ്ട നിര നിങ്ങൾക്ക് കാണാം. രോഗം കൊണ്ട് പിശാച് ജനതയെ കെട്ടി മരണത്തിൽ കൂടി നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇന്ന് രാത്രി അടിപ്പിണർ കൊണ്ട് സൗഖ്യമാക്കി യേശുവിൻ്റെ പിന്നാലെ ജനത്തെ കൊണ്ടുവരുന്നതല്ലേ നല്ലത്? Mara liboko sinitike babi alakas. പീലാത്തോസ് പറഞ്ഞ് യേശുവിനെ പുറത്ത് കൊണ്ടുവരിക. കെട്ടഴിച്ച് അവനെ എഴുന്നേൽപ്പിച്ചപ്പോൾ അവർക്ക് അടുത്ത് നിന്ന് നോക്കാൻ പറ്റാത്ത രീതിയിൽ യേശു വിരൂപനായി. പീലാത്തോസ് എങ്ങനെ കൊണ്ടുവരുന്നേ? പറഞ്ഞു കയറി കിടക്കുക, ഉഴവുകാർ ഉടുത്തു മറിച്ചതുപോലെ. ഓക്കെ, സാരമില്ല, രക്താംബരം ധരിപ്പിച്ച് കൊണ്ടുവാ. നസറായനെ രക്താംബരം ധരിപ്പിച്ച് കൊണ്ടുവന്നു. ആൾക്കാരെല്ലാം ചോദിച്ചു, എന്തിയെ യേശു, എന്തിയെ? ഞങ്ങൾക്ക് യേശുവിനെയാ വേണ്ടേ? കണ്ടിട്ട് മനസ്സിലാകുന്നില്ല. പീലാത്തോസ് അവിടെ എഴുന്നേറ്റ് വന്നിട്ട് യേശുവിനെ പരിചയപ്പെടുത്തി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ മനുഷ്യൻ ഇതാ. പീലാത്തോസ് പരിചയപ്പെടുത്തിയവനെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. പെരുങ്കടവള ദേശത്തോട് മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴെ ഭൂമിയുടെ മുകളിൽ മനുഷ്യരുടെ ഇടയിൽ ഈ നാമം പോലെ നൽകപ്പെട്ട വേറൊരു നാമമില്ല. ആ നാമം അത്രേ യേശു. ഹല്ലേലൂയ. ആ മനുഷ്യൻ ഇതാ എന്ന് പറഞ്ഞ് പീലാത്തോസ് പരിചയപ്പെടുത്തിയവനെ ഇന്ന് രാത്രി ഞങ്ങൾ പരിചയപ്പെടുത്തുകയാ. അവനല്ലാതെ രക്ഷയ്ക്കൊരു വഴിയില്ല, അവനല്ലാതെ മോക്ഷപ്രാപ്തിക്കൊരു വഴിയില്ല. ഇന്ന് രാത്രി അവനെ സ്വീകരിക്കുക. ആരവാരം അധികമാകുന്നതല്ലാതെ മറ്റൊന്നും സംഭവിക്കുന്നില്ല എന്ന് പീലാത്തോസ് കണ്ടിട്ട് യേശുവിനെ ക്രൂശിക്കാൻ വിധിക്കുകയാണ്. സ്വർഗം കിട്ടിയ സന്തോഷത്തോടുകൂടെ ക്രൂശ് ചുമപ്പിക്കുവാൻ വേണ്ടി യേശുവിനെ കൊണ്ടുപോകുന്നു. തലയിൽ മുള്ളുകൊണ്ട് മെടഞ്ഞ ഒരു കിരീടം തലയിൽ വെച്ചു, കോലുകൊണ്ടടിച്ച് തലച്ചോറിൻ്റെ അകത്തേക്ക് കയറ്റി. മുൾക്കിരീടധാരിയായവൻ, പൊൻകിരീടം ചൂടി ഉയരത്തിലിരുന്നവൻ, നമുക്ക് വേണ്ടി മുൾക്കിരീടധാരിയായി ക്രൂശുമേന്തി പോകുന്ന നസറായനായ യേശു. യേശു ചുമന്ന കാട്ടുമരത്തിന് എത്ര കിലോ വെയിറ്റ് ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനൊക്കില്ല. കാര്യം ആ കാട്ടുമരത്തിൽ ഞാനും ഉണ്ടായിരുന്നു. എന്നെയും കൂടിയാണ് അവൻ ചുമന്നുകൊണ്ട് പോകുന്നത്. പോകുന്ന വഴി വീഴും, ചാട്ടവാർ കൊണ്ടടിക്കും, കൈകുത്തിപ്പൊങ്ങും. യേശു കർത്താവ് കാട്ടുമരവും ഏന്തി കാൽവറിയോളം നടക്കുകയാണ്. ഒരു പോയിന്റിലെത്തിയപ്പോൾ ക്രൂശ് ചുമപ്പിക്കുവാൻ വേണ്ടി ഒരാളെ തപ്പി ഒരാൾ വരുക. വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരൻ അവനെ നിർബന്ധിച്ചു. അലക്സാണ്ടറിൻ്റെയും രൂഫോസിൻ്റെയും അപ്പനാണ്. പിടിക്കാൻ പറഞ്ഞു. ഞാൻ പിടിക്കാൻ പറഞ്ഞു. ചാട്ട ഉയർത്തി കാണിച്ചു. ഭയപ്പെട്ടുകൊണ്ട് നിർബന്ധത്താൽ ക്രൂശെ തൊട്ടു. നാഥനും കുറേനക്കാരനും ഫേസ് ടു ഫേസ് ഒന്ന് കണ്ടു. ക്രൂശെ തൊട്ട് കണ്ടാൽ രക്ഷയാ. മനസ്സില്ല മനസ്സോടെ തൊട്ടവൻ്റെ പിള്ളേര് കയറിപ്പോയെങ്കിൽ അവൻ്റെ മക്കൾ ക്രിസ്തുവിൽ പ്രസിദ്ധരായെന്നാ.
മനസ്സില്ല മനസ്സോടെ തൊട്ടവൻ്റെ പിള്ളേർ അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ മനസ്സോടെ തൊട്ട നിന്നെ നിന്റെ ജനറേഷന്റെ കെട്ടുന്ന രാത്രി പൊട്ടുക. നിന്റെ മക്കളുടെ കുരുക്കുകൾ ഇന്ന് രാത്രി അഴിയുക. നിന്റെ മക്കളുടെ വഴി പിഴച്ച പോക്കുകൾ ഇന്ന് രാത്രി തീരുകയാ. നിന്റെ തലമുറ പിശാചിനാൽ പിടിക്കപ്പെട്ടത് ഇന്ന് രാത്രി അഴിയുക. മാതാപിതാക്കന്മാരെ, യേശു എന്ന നാമത്തിന് വേണ്ടി ഒരു സ്തോത്രം ചെയ്യാൻ നീ തയ്യാറാണെങ്കിൽ ഈ രാത്രി നീ വീട്ടിലെത്തുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവ് നിന്റെ വീട് വിസിറ്റ് ചെയ്തിരിക്കും. അസാധാരണമായ ഒരു ആത്മപകർച്ച ഇന്ന് രാത്രി ഇതിൻ്റെ അകത്ത് വെളിപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കൽപ്പിക്കുകയാ, കെട്ടപ്പെട്ട സകല തലമുറകളെയോ ഈ പെരുങ്കടവിള കൺവെൻഷനിൽ എൻ്റെ കർത്താവ് സ്വതന്ത്രരാക്കാൻ പോകുകയാ. ഇനി നിങ്ങൾ ഗോൽഗൊത്തയിലേക്ക് നോക്കിക്കേ. നമ്മൾ ആദ്യം ഗദശമനയിലായിരുന്നു, പിന്നെ ഗബ്ബത്തയിലായിരുന്നു. ഗോൽഗൊത്തയിലേക്ക് നോക്കുക. 2 കള്ളന്മാരുടെ നടുവിൽ ക്രൂശിക്കപ്പെടാൻ പോകുന്ന നസറായനായ യേശു 2 കൈയും വിരിച്ച് ആണി അടിക്കുവാൻ വേണ്ടിയുള്ള ഹോളിലേക്ക് കൈ വലിച്ചു കൊണ്ടുപോവുക. ഇടം കൈയും വലം കൈയും 2 വശത്തേക്ക്. ഈ അസ്ഥികളെല്ലാം ബന്ധം വിടുന്ന സമയം എൻ്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടു. അതെ, 3 ആണികളിൽ യേശു കാൽവറിയിൽ തൂങ്ങുകയാണ്. ആ മരക്കുരിശുകളിലേക്ക് നിങ്ങൾ നോക്കിക്കേ. നിങ്ങൾ നോക്കാമെങ്കിൽ ഒരു സത്യം ഞാൻ പറയാം. ഗദശമന കുന്നിൽ നിന്നൊന്ന് കണ്ണുവിട്ട് രഫീദീമിലെ ഒരു കൊച്ചു മുട്ടക്കുന്നിലേക്ക് നോക്കിക്കേ. യോശുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ മക്കൾ അമാലേക്യരുമായി യുദ്ധം ചെയ്യുമ്പോൾ ഇടത്തും വലത്തും അഹരോനും ഹൂരും, നടുവിൽ മോസസ്. 2 പേരും അപ്പുറയും ഇപ്പുറയും നിന്ന് കൈ താങ്ങിപ്പിടിക്കുക. പഴയ നിയമത്തിൻ്റെ മധ്യസ്ഥൻ്റെ കൈ താങ്ങാൻ 2 എണ്ണം ഉണ്ടായിരുന്നെങ്കിൽ പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥൻ്റെ കൈ താങ്ങാൻ ആരുമില്ല. 2 പേരും അപ്പുറയും ഇപ്പുറയും നിന്ന് നിന്ദിക്കുകയാ. അതാ ഗോൽഗോത്തായിലെ മരക്കുരിശ്. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഈ ദേശം മുഴുവൻ വിടുവിക്കപ്പെടണം. ഈ ദേശം പിശാചിൻ്റെ കെട്ടിൽ നിന്ന് അഴിഞ്ഞു മാറണം. ആഭിചാരത്തിൻ്റെയും മന്ത്രവാദത്തിൻ്റെയും കുരുക്കിൽ നിന്ന് എൻ്റെ ജനം രക്ഷപ്പെടാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ഇരുകള്ളന്മാരുടെ നടുവിൽ ഭൂമിയുടെ മധ്യ പൗരസ്ത്യ മണ്ണാകുന്ന പലസ്തീൻ്റെ മണ്ണിൽ നടന്നു പോകുന്ന ആയിരങ്ങൾക്ക് കാണത്തക്കവണ്ണം നസറായം നിന്ദിക്കപ്പെട്ട് ക്രൂശിക്കപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഞങ്ങൾ ഈ ദേശത്ത് ഉയർത്തുകയാ. ഒറ്റ വരിയും കൂടി ചേർത്ത് വെച്ച് എൻ്റെ മെസ്സേജ് ഞാൻ ഉപസംഹരിക്കാം. സ്വന്തം തോളിൽ തല ചായ്ച്ചു പ്രാണനെ വിട്ട നസറായൻ, മരണമുറപ്പിക്കാൻ വേണ്ടി വാരിക്കുന്തം കൊണ്ട് വിലാപ്പുറത്തേക്ക് കുത്തിക്കയറ്റുന്ന പട്ടാളക്കാരൻ, അവസാനത്തെ രക്തത്തുള്ളിയും കൂടി വെള്ളത്തിൻ്റെ ഒപ്പം പുറത്തു വന്നു. ഒരൊറ്റ തുള്ളി രക്തം ആ ശരീരത്തിൽ ശേഷിപ്പിച്ചില്ല. മുഴുവൻ നമുക്കായി ഒഴുകി. ജീവൻ നമുക്കായി തന്നു. ശരീരം തകർക്കപ്പെട്ടു. രക്തം മുഴുവൻ ഒഴുകി. ആത്മാവിനെ പിതൃകരങ്ങളിൽ സമർപ്പിച്ചു. അവനുള്ളതെല്ലാം കൈമാറി. സ്നേഹിത, ഇനി നീ വിടുവിക്കപ്പെടാതിരിക്കരുത്. നിനക്ക് വേണ്ടി തരാൻ ഇനി ഒന്നുമില്ല. എല്ലാം നിനക്ക് തന്ന് നിന്നെ സ്നേഹിച്ച ഒരു സ്നേഹം. ഇനി നിങ്ങളെന്നെ നോക്കി. സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് ഒരു മനുഷ്യൻ ധൈര്യത്തോടെ പീലാത്തോസിൻ്റെ അരമനയ്ക്കകത്തേക്ക് കയറി ചെന്നിട്ട് പറയുക, സാർ, അവിടുന്ന് ക്രൂശിച്ചു കൊന്ന നസറായൻ്റെ ശരീരത്തിന് വേണ്ടി നിൽക്കുകയാണ് ഞാൻ. അനുവാദം തരണം, എനിക്ക് അടക്കണം. ഈ കൺവെൻഷൻ കഴിയുമ്പോൾ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ ശരീരത്തിന് വേണ്ടി വാദിക്കാൻ 10 എണ്ണത്തെ കർത്താവ് എഴുന്നേൽപ്പിക്കും. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ചില അരിമത്യക്കാരെ ഈ കൺവെൻഷൻ കഴിയുമ്പോൾ കർത്താവ് തുറന്നു വിടാൻ പോകുകയാ. മറ്റൊന്നിനു വേണ്ടിയല്ല, അവൻ്റെ ശരീരമായ സഭയ്ക്ക് വേണ്ടി കൈ ഉയർത്താൻ ചിലതിനെ കർത്താവ് അയക്കാൻ പോകുകയാ. കണ്ണ് നിറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് കയ്യിൽ കുറേ സുഗന്ധദ്രവ്യങ്ങളുമായി വരുന്ന നിക്കോദിമോസിനോട് അരിമത്യക്കാരൻ ചോദിച്ച്, എന്ത് പറ്റി? എൻ്റെ ഭാവനയിലങ്ങ് പറയുക,
നസറായനെ അടക്കുന്ന ആരാന്നറിയത്തില്ല. ഞാനൊരു പരസ്യ ശിഷ്യനൊന്നുമല്ല, രഹസ്യ ശിഷ്യനാണ്. ആരാ അടക്കുന്നത് വെച്ചാൽ ഈ സുഗന്ധവർഗ്ഗം അദ്ദേഹത്തിന് കൊടുക്കണം. കാര്യം ആ ശരീരം ഒത്തിരി മുറിഞ്ഞതാണ്. 39 പ്രാവശ്യം തല്ലിക്കീറി. കാട്ടുമരവുമായി വീണപ്പോൾ ഒത്തിരി എണ്ണാതെ തല്ലിയത്, ഒത്തിരി അടിയാ. ശരീരം മുഴുവൻ മുറിഞ്ഞു. ആ മുറിപ്പാടുകളെയും മുഴുവൻ ഈ സുഗന്ധവർഗ്ഗം ഒന്ന് ഇട്ടങ്ങ് അടയ്ക്കണം. ആ ശരീരത്തെ പൂശാൻ കൊണ്ടുവന്നതാ. താങ്ക് ഗോഡ്. നിക്കോദിമോസിനായി സ്തോത്രം. സഭയുടെ മുറിവുകൾക്ക് സുഗന്ധവർഗ്ഗം ഇടാൻ കരുത്തുള്ളവർ പെരുങ്കടവിളയിൽ എഴുന്നേക്കണം. അവനെ അടക്കി. ആരെയും ഇതുവരെയും വെച്ചിട്ടില്ലാത്ത പാറയിൽ കൊത്തിയ തോട്ടത്തിലെ ഒരു കല്ലറ അരിമത്യക്കാരൻ്റെ കല്ലുകൊണ്ട് അടച്ചു, മുദ്ര ചെയ്തു, സീൽ ചെയ്തു. പട്ടാളക്കാരെ കാവൽ നിർത്തി. എല്ലാം അസ്തമിച്ച സന്തോഷത്തിൽ ഹന്നാവും കയ്യഫാവും ഹെരോദാവും പിശാചിൻ്റെ സേന മുഴുവൻ എല്ലാം അസ്തമിച്ചു, തീർന്നു. പക്ഷേ യേശു പറഞ്ഞൊരു വാക്ക്, കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല, പക്ഷേ കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് എന്നെ കാണും. ഈ മന്ദിരം പൊളിപ്പി, ഞാൻ 3 നാൾ കൊണ്ട് പണിത് തരാം. ദേ ഉയർപ്പിൻ സുപ്രഭാതം. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ പാതാളമേ, നിന്റെ വിഷമുള്ളവിടെ എന്നുറക്കെ വിളിച്ചുകൊണ്ട് മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കൈവശമുള്ളവൻ 3-ാം ദിവസം പുറത്തു വരികയാ. ക്രൂശിന്റെ ശക്തി ക്രൂശ് കൊണ്ടല്ല തീരുന്നത്, പുനരുത്ഥാനം കൊണ്ടാ തീരുന്നത്. ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ ഗർജിക്കുകയാ. ഇവിടെ നിന്ന് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ പുനരുത്ഥാനത്തിന്റെ ശക്തിയെ അകത്തുപേറിയ ദൈവമക്കൾ ഒരുമിച്ച് ചേർന്ന് വായ് തുറന്ന് പറ, യേശു ജീവിക്കുന്നു. ഒരു നിമിഷം സഭ ചാടി ഒന്ന് എഴുന്നേറ്റാട്ടെ. സകല ദൈവമക്കളും ഒന്ന് എഴുന്നേറ്റാട്ടെ. ജീസസ് ഈസ് എലൈവ്. യേശു ഇന്നും ജീവിക്കുന്നു. യേശു കർത്താവിനെ ആർക്ക് വേണം? യേശു ഇന്ന് രാത്രി നിന്നെ തെരഞ്ഞു വന്നിരിക്കുകയാണ്. എനിക്കറിയാം ഇവിടെ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ആയതുകൊണ്ട് നോർമലി ഉള്ള കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ ഒക്കത്തില്ല, ഇതെനിക്കറിയാം. എന്നാലും വേണ്ടില്ല, ഒറ്റ മിനിറ്റോടെ നിങ്ങൾക്ക് തരിക. അവന് കൈ കൊടുക്കാതെ പോകരുത്. അവന് കൈ കൊടുക്കാതെ ഇന്ന് രാത്രി ഇവിടെ നിന്ന് പോകരുത്. നിന്റെ ഹൃദയം അവന് വേണ്ടി തുറക്കണം. ചിലർ ചോദിക്കുന്നു, പാസ്റ്റർ ഇത്രയും സ്നേഹിച്ച യേശുവിനെ എങ്ങനെ സ്വീകരിക്കണം? അത് റഫ് ആൻഡ് ടഫാണോ? അല്ല, സിമ്പിളാണ്. കാര്യം യേശു സിമ്പിളാണ്. നിനക്ക് രക്ഷ നേടാനുള്ള വഴി വളരെ സിമ്പിളാണ്. ഹൃദയത്തിൽ അവനെ വിശ്വസിക്കുക, വായ് കൊണ്ട് ഏറ്റു പറയുക. എന്ത് വിശ്വസിക്കണം? എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി എൻ്റെ യേശു കാൽവറിയിൽ മരിച്ചു. എൻ്റെ നീതീകരണത്തിന് വേണ്ടി അവൻ ഉയർത്തെഴുന്നേറ്റു. ഞാൻ അവനെ ഏറ്റു പറയുന്നു. മകനായി മകളായി ഇന്ന് ഞാൻ മാറുകയാണ്. ഒരൊറ്റ വാക്ക് പറഞ്ഞ എൻ്റെ മകനെ, നിന്നെ ഇന്ന് അവൻ മകനാക്കും. എൻ്റെ മകളെ, നിൻ്റെ ജീവിതം മാറും. നിനക്കൊരപ്പൻ രംഗത്ത് വരാൻ പോവാ. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ചു ഇന്ന് രാത്രി ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഈ ദേശം ഈ രാത്രി വിടുവിക്കപ്പെടട്ടെ. എല്ലാ വഴിയും അടഞ്ഞ് ജീവിതം കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണോ നീ? വേണ്ട, വേണ്ട. ഈ രാത്രി യേശു നിന്നെ തൊടുകയാണ്. വോളണ്ടിയേഴ്സായിട്ട് നിൽക്കുന്നവർ ജസ്റ്റ് ആ എൻട്രൻസിലൊന്ന് നടന്ന് പ്രാർത്ഥിക്കുക. അന്യഭാഷകളിലൊന്ന് പ്രാർത്ഥിക്കുക. ആ റോഡ് സൈഡിലൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുക. യേശു ഇന്ന് രാത്രി തൻ്റെ ജനത്തെ തൊടട്ടെ. ഈ നാമം ജാതി നോക്കുന്ന നാമമല്ല, ഒന്നും നോക്കില്ല, ഹൃദയം മാത്രം. കണ്ണ് നിറഞ്ഞാൽ പിന്നെ തൊടാതെ പോത്തുമില്ല. ഈ രാത്രി കണ്ണുനീരോടെ പ്രാർത്ഥിച്ച യേശുവേ, ഈ നാടിനെ ഒന്ന് വിടുവിക്കണമേ. ഈ ദേശത്ത് ഞങ്ങൾ ക്രൂശിൻ്റെ ശക്തി ഉയർത്തിയിരിക്കുകയാ. ഒന്ന് തൊടണേ കർത്താവേ. ഈ നാടിനെ ഒന്ന് വിടുവിക്കണേ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. യേശുവിനെ സ്വീകരിക്കാത്ത ആരെങ്കിലും ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ, ഇന്ന് രാത്രി അവനെ കൊണ്ടല്ലാതെ ഇവിടുന്ന് പോകരുത്. അവൻ നിന്റെ ചാരേ വരികയാണ്. അവൻ നിന്റെ അടുക്ക വരികയാണ്. ഏത് വേദനകൾക്കും പരിഹാരം തരുവാൻ ഇന്ന് രാത്രി അവൻ നിന്റെ കൂടെയുണ്ട്. തള്ളിക്കളയത്തില്ലവൻ, ഒരിക്കലും കൈവിട്ട് കളിക്കത്തില്ലവൻ. ഇല്ല, നിന്നെ കളഞ്ഞിട്ട് പോകത്തില്ലവൻ.
കൈവിടാത്തൊരു കരമാണ് അവൻ്റെ കരം. ഇല്ല സഹോദരങ്ങളെ, കൈവിടത്തില്ലവൻ, കൈവിടത്തില്ല. ഒരിക്കലും വിശ്വാസവഞ്ചന കാണിക്കാത്തൊരു നാമമാണവൻ. വിശ്വസിച്ച് വിളിച്ചു പോയോ ചാരേ വരോ, ചതിക്കുകയല്ല. അവൻ ആർക്കും കടക്കാരനല്ല, അവൻ ആർക്കും ബാധ്യതയല്ല. അവൻ്റെ ഒപ്പം പറയാൻ ഈ ഭൂമിയിൽ ആരുമില്ല. അവനെ പോലെ ആരാധ്യനും ആരുമില്ല. വേണോ യേശുവിനെ? എത്ര പേർക്ക് യേശുവിനെ വേണം? ഇതുവരെ യേശുവിന് ഹൃദയം കൊടുക്കാത്ത ആരെങ്കിലും ഇവിടെ നിൽക്കുന്നെങ്കിൽ, ഇതുവരെ രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ, ഇന്ന് രാത്രി നിങ്ങളുടെ ഹൃദയം യേശുവിന് കൈമാറിയിട്ടേ നിങ്ങൾ പോകാവൂ. ഇവിടെ രക്ഷിക്കപ്പെട്ട ഒത്തിരി പേരുണ്ട്, സ്നാനപ്പെട്ട ഒത്തിരി പേരുണ്ട്. അവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. സഭയിൽ ആരാധിക്കുന്ന ദൈവമക്കളുണ്ട്, അവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇന്ന് രാത്രി ഇതുവരെ യേശുവിന് കൈ കൊടുക്കാത്ത ഒരാൾ ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ, ഇന്ന് രാത്രി നാം ഒന്ന് ദൈവത്തെ സ്തുതിക്കാൻ പോവാം. അല്പനേരം ഒന്ന് പ്രാർത്ഥിക്കാൻ പോകെ. അധിക സമയമില്ല, ജസ്റ്റ് മിനിറ്റുകൾ മാത്രം. പക്ഷെ ഒരു മിനിറ്റ് ഇവിടെ വേണമെന്നില്ല, ഈ പന്തലിൻ്റെ അകത്ത് വേണമെന്നില്ല, റോഡ് സൈഡിലായിക്കൊള്ളട്ടെ. നിങ്ങളിപ്പോൾ വീടിൻ്റെ അകത്ത് ഇരുന്നു കൊണ്ടാണോ കേൾക്കുന്നത്? പെരുങ്കടവിള ജംഗ്ഷനിൽ ഒരു കടയുടെ മുമ്പിൽ ചാരി നിന്നുകൊണ്ട് നിരാശയോടെയാണോ നിങ്ങൾ കേൾക്കുന്നത്? അതേ നിൽപ്പിൽ നിന്നുകൊണ്ട് നിങ്ങൾ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ, ട്രൈ ജീസസ്. യേശുവിനെ ഒന്ന് പരിചയപ്പെട്ടെ. തളർന്നു പോകാൻ അവൻ അനുവദിക്കില്ല. നീ സൗഖ്യമായിരിക്കും, ഉറപ്പായും നീ സൗഖ്യമായിരിക്കും. ഇന്ന് രാത്രി നിന്നെ തൊടുന്ന രാത്രിയാണ്. നിന്റെ ഹൃദയം യേശുവിന് വേണ്ടി കൊടുത്തിട്ടില്ല എങ്കിൽ, ഈ സഭ മുഴുവൻ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന സമയം ഞാൻ എൻ്റെ യേശുവിന് എൻ്റെ ഹൃദയം കൈമാറുകയാണ്. എൻ്റെ യേശുവിൻ്റെ മകനായി, എൻ്റെ യേശുവിൻ്റെ മകളായി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്കൊരു വിടുതൽ ആവശ്യമാണ്. ഞാൻ എൻ്റെ യേശുവിന് എൻ്റെ ഹൃദയം കൊടുക്കുന്നു എന്ന് പറയാൻ ആരെങ്കിലും തയ്യാറുണ്ടെങ്കിൽ അവരുടെ കൈ ഉയർന്നിരിക്കട്ടെ. അവർ മാത്രം ആ കൈ ഉയർത്തിപ്പിടിക്കുക. അവർ മാത്രം ആ കൈ ഉയർത്തിപ്പിടിക്കുക. ഇന്ന് രാത്രി യേശു നിന്നെ തൊടുകയാണ്. ധൈര്യത്തോടെ കൈ ഉയർത്തിക്കൊള്ളുക. ആ പിതാവിനെ കർത്താവ് തൊടട്ടെ. സഹോദരിമാരുടെ കൂടെ ഉയർന്ന കരത്തെ കർത്താവ് തൊടട്ടെ. ഞങ്ങൾ കാണാൻ വേണ്ടി മാത്രമാണ് കൈ ഉയർത്താൻ പറഞ്ഞേ. പക്ഷെ വഴി സൈഡിൽ നിൽക്കുന്നവരെ ഞങ്ങൾ കാണുന്നില്ല, വീടിൻ്റെ അകത്തിരിക്കുന്നവരെ ഞങ്ങൾ കാണുന്നില്ല. യേശു നിന്നെ സ്നേഹിക്കുകയാണ്. ഇനി എത്ര പേർക്ക് വേണം ഈ യേശുവിനെ? യേശുവിനെ സ്വീകരിക്കാൻ ധൈര്യമുള്ളവർ എത്ര പേരുണ്ട്? യേശുവുമായിട്ട് ഒരുമിച്ച് യാത്ര ചെയ്യാൻ കൃപയുള്ളവർ എത്ര പേരുണ്ട്? ഇതുവരെ സ്നാനപ്പെടാത്ത ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ, യേശു ഇന്ന് രാത്രി നിങ്ങളെ വിളിക്കുകയാണ്. പിന്മാറ്റക്കാരായി മാറിപ്പോയി കാണാൻ നിങ്ങൾ. യേശു നിങ്ങളെ സ്നേഹിക്കുക. ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. ഈ പ്രാർത്ഥന നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇന്ന് രാത്രി മനസ്സറിഞ്ഞ് കൈ ഉയർത്തിപ്പിടിച്ചോ. യേശു നിങ്ങളെ തൊടുകയാ. യേശു നിങ്ങളെ തൊടുകയാ. യേശു ഇന്ന് രാത്രി നിങ്ങളെ തൊടുകയാ. മദ്യപാനങ്ങൾ മാറണമെന്ന് ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്? എൻ്റെ വീട്ടിലെ മദ്യപാനി വിടുവിക്കപ്പെട്ടേ പറ്റുള്ളെന്ന് നിർബന്ധമുണ്ട്. ആ കൈ ഉയർത്തി ആ വീട്ടുകാർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്. എൻ്റെ വീട്ടിൽ ചില മദ്യപാനികളുണ്ട്, അവർ സൗഖ്യമാകണം, അവർ വിടുവിക്കപ്പെടണം. എൻ്റെ വീട്ടിലെ മദ്യപാനികൾ വിടുവിക്കപ്പെടണം. ഒത്തിരി കരങ്ങൾ ഉയരുന്നുണ്ട്. കരം ഉയർത്തി പ്രാർത്ഥിച്ചു. നിങ്ങളുടെ വീട്ടിലെ ചില മദ്യപാനികൾ ഇന്ന് രാത്രി സ്വതന്ത്രരാകാൻ പോവാ. ഞാൻ രോഗിയായി, എനിക്ക് സൗഖ്യമാകണം, എൻ്റെ വീട്ടിൽ ചില രോഗസൗഖ്യങ്ങൾ നടക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുന്ന കൈ ഉയർത്തി പ്രാർത്ഥിച്ചു. യേശു ഇന്ന് രാത്രി നിങ്ങളെ സൗഖ്യമാക്കുകയാ. സൗഖ്യമാക്കുവാൻ യേശുവിൻ്റെ വലങ്കരം ഇന്ന് രാത്രി നീട്ടാൻ പോകുകയാ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി വിടുതൽ നടക്കട്ടെ കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി സൗഖ്യം നടക്കട്ടെ അപ്പ. ആ കൈ ഉയർത്തിയ ഓരോരുത്തരുടെ മേലും ദൈവശക്തി ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. പുറത്ത് റോഡ് സൈഡിൽ ആരെങ്കിലും കൈ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ ഒരു വാക്ക് പ്രാർത്ഥിക്കണം. ഈ ഗ്രൗണ്ടിൽ ഞങ്ങളുണ്ട്, നിങ്ങൾക്ക് നടന്നു വരാം. പുറത്തുനിന്ന് അകത്തേക്ക് നിങ്ങൾക്ക് നടന്നു വരാം. ഞങ്ങൾ കൈവച്ച് പ്രാർത്ഥിക്കാം. അത്ഭുതം ചെയ്യും. യേശു നിങ്ങളെ സൗഖ്യമാക്കും. യേശു നിങ്ങളെ സൗഖ്യമാക്കും. നിങ്ങളോട് വന്നാലേ സൗഖ്യമാകൂ എന്നില്ല. നിങ്ങൾ വന്നില്ലേലും യേശു നിങ്ങളെ സൗഖ്യമാക്കും. പക്ഷേ നിങ്ങൾ നിൽക്കുന്ന നിൽപ്പിൽ നിന്നുകൊണ്ട് ഒന്ന് വിളിക്ക്, വായി തുറന്ന് യേശുവേ. കമോൺ, സഭ മുഴുവൻ വായി തുറന്ന് വിളിക്ക് യേശുവേ. വായി തുറന്ന് ശബ്ദം ഉയർത്തി വിളിക്ക് യേശുവേ. ഒന്നുകൂടെ അടുത്ത് നിന്ന് വിളിക്ക് എൻ്റെ യേശുവേ.
എൻ്റെ യേശുവേ, എൻ്റെ യേശുവേ, എൻ്റെ യേശുവേ, എൻ്റെ യേശുവേ, ഈ ജനം ഇന്ന് രാത്രി വിടുവിക്കപ്പെടട്ടെ. ഈ ജനം ഇന്ന് രാത്രി സൗഖ്യമാകട്ടെ. ഈ ജനം ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ശക്തി തിരിച്ചറിയട്ടെ. പിതാവേ, ഈ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൻ്റെ അസാധാരണമാകുന്ന ശക്തി ഈ ജനത്തെ ഇന്ന് രാത്രി സ്പർശിക്കുന്നതിനായി സ്തോത്രം. അവരുടെ കെട്ടുകൾ ഇന്ന് രാത്രി അഴിച്ചുവിടുന്നതിനായി സ്തോത്രം. യേശുവിനെ സ്വീകരിപ്പാൻ കൈ ഉയർത്തിയവർക്കായി സ്തോത്രം. രോഗികൾ രോഗസൗഖ്യത്തിന് വേണ്ടി കൈ ഉയർത്തിയവർക്കായി സ്തോത്രം. കുടുംബത്തിൽ മദ്യപാനത്തിൻ്റെ കെട്ടഴിയാൻ വേണ്ടി കൈ ഉയർത്തിയവർക്കായി സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുകയാ, അവർ വിടുവിക്കപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ഒറ്റ മിനിറ്റൂടെ എത്ര പേർ ചേർന്ന് രാമൻ പറയാം? എല്ലാ നാമത്തിനും മേലായ നാമം, ഭക്തർ ജനം വാഴ്ത്തും നാമം. എത്ര പേർക്ക് ആ വരി പാടി ഒന്ന് ആരാധിക്കാൻ കഴിയും? ഈ പെരുങ്കടവിള ദേശത്തൊരു ആരാധന വെളിപ്പെടാൻ പോകുകയാണ്. ഈ ആരാധനയിൽ ഒരു വലിയ അസാധാരണമായ ദൈവശക്തി വെളിപ്പെടും. നിങ്ങളെല്ലാവരുടെ മുമ്പോട്ട് വന്ന് ഒരുമിച്ച് പാടി ആരാധിക്കും. എൻ്റെ മൈക്കിൻ്റെ വോളിയം കുറയ്ക്കാതിരിക്കാൻ ശ്രമിച്ചാൽ മതി, എൻ്റെ വോയിസ് പോയത് കൊണ്ടാണ്. പ്രൈസ് ഗോഡ്. ഓക്കെ, ഒന്നിച്ച് ചേർന്ന് പാടി ആരാധിക്കുന്ന സമയം ദൈവദാസന്മാർ എൻ്റെ കൂടെ ജനത്തിൻ്റെ നടുവിൽ ശുശ്രൂഷിക്കണം. ഞാനും വരികയും അങ്ങോട്ട് ഒന്നിച്ചൊരു ആരാധന വെളിപ്പെടാൻ പോകുകയാ. എല്ലാ നാമത്തിനും മേലായ നാമം, ഭക്തർ ജനം വാഴ്ത്തും നാമം. ചേർന്ന് പാടിക്കേ. എല്ലാ നാമത്തിനും മേലായ നാമം, ഭക്തർ ജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുൻപിൽ വല്ലഭത്വമുള്ള നാമം. ആ എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുൻപിൽ വല്ലഭത്വമുള്ള നാമം. ശ്രീയേശുനാമം അതിശയനാമം, ഈ ഏഴയടിക്കുമ്പനാമം. ഓ ശ്രീയേശുനാമം അതിശയനാമം, ഈ ഏഴയടിക്കുമ്പനാമം. എണ്ണമില്ല പാപം, എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്കാൻ എന്നിൽ കനിഞ്ഞ നാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്കാൻ എന്നിൽ കനിഞ്ഞ നാമം. ഓ അന്യൻ എന്ന മേലെടുത്ത് എന്നേക്കുമായി വാഴ്ത്തുതം ഉന്നതന്റെ വന്യനാമം. അന്യൻ എന്ന മേലെടുത്ത് എന്നേക്കുമായി വാഴ്ത്തുതം ഉന്നതന്റെ പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം. ഓഹോ, പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം. പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തം പാവനമ പുണ്യനാമം. ഓഹോ, പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തം ഓ പാവനമാ. ഭൂതബാധിതർക്കും നാനാവ്യാധിക്കാർക്കും മോചനം കൊടുക്കും നാമം. ഹല്ലേലൂയ. ഭൂതബാധിതർക്കും നാനാവ്യാധിക്കാർക്കും മോചനം കൊടുക്കും നാമം. കുരുടർക്കും മൂടന്തർക്കും കുഷ്ഠരോഗികൾക്കും എല്ലാം വിടുതൽ നൽകും നാമം. കുരുടർക്കും മൂടന്തർക്കും കുഷ്ഠരോഗികൾക്കും വിടുതലും നൽകും നാമോ. ഭൂതബാധിതർക്കും നാനാവ്യാധിക്കാർക്കും മോചനം കൊടുക്കും നാമോ. ഭൂതബാധിതർക്കും നാനാവ്യാധിക്കാർക്കും മോചനം കൊടുക്കും നാമോ. കുരുടർക്കും മൂടന്തർക്കും കുഷ്ഠരോഗികൾക്കും ആ വിടുതലും നൽകും നാമോ. കുരുടർക്കും മൂടന്തർക്കും കുഷ്ഠരോഗികൾക്കും വിടുതലും നൽകും നാമം. എല്ലാ നാമത്തിനും മേലായ നാമം, ഭക്തർ ജനം വാഴ്ത്തും നാമോ. എല്ലാ നാമത്തിനും മേലായ നാമം, ഭക്തർ ജനം വാഴ്ത്തും നാമോ. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുൻപിൽ വല്ലഭത്വമുള്ള നാമം.
hamdalaya masira hamda rajana raja bamdara rajana amasilla bamdara jare hamda raga jana raja lamda baba sandana arthaliya ramdana raje oh ramdana raja re amdara jana amiyasi amdara je albaram dalare amsala rajana adhala barandalara hamza bamdhala rajana amdhali bamsala rajana rajale samdha rajana rajalamda rajaleka hamsala rajala rajale oh hamdala rajana hamsaliya rajana അന്യഭാഷകളിൽ പാടിക്കേ അന്യഭാഷയിലെ പാട് ഹംസാല രാജാന ഹംസി ഹത്താല രാജാന റംദാല രാജ അമ്മ സന്ധ്യാല രാജാന രാജാനേ സഹോദരങ്ങളെ, നിങ്ങൾ ആ നടുക്കൂടെ നടന്നൊന്ന് ആരാധിച്ച് നടന്നേ, ആത്മാവിലും ആരാധിച്ച് നടന്നേ. രാജാന ഹംസാരി ജാന രാജ അർദ്ധാലേ ബഹസിയാരേ ഹംദാലാരാജാരേ ബഹസിയ രാജ ബഹംദാലാരേ സഖാ ബഹരാജാരേ ബംദാലാരാജി ബംദ രജാലാരാജേ हमसे बाहर जाना देना बहल का राजा बमदा बाहर जाना रे अलबी हसियारा रे यारा बहा जाना बमदा रहसियारा रे हमसलारा जाना बमदा रखानी हर जाना बहमसियारा रे अलबामा ऐसी के बाबा रचला जाना अब्दुल्ला राजाना राजाने bahangge mamdal kana jala deni mamba adali raja bamdala rane oh hamda raja na asi hamda raja na arthela bada raja come on abba hamdala ആരാധന വെളിപ്പെടട്ടെ, ദൈവശക്തി ഇറങ്ങട്ടെ, പെരുങ്കടവള ദേശത്ത് ദൈവാഭിഷേകത്തിന്റെ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകട്ടെ. ഈ 4 ദിവസം ഒരു പ്രസംഗ പരമ്പരയല്ല, ദൈവശക്തിയുടെ ആഴം ഇതിനകത്ത് വെളിപ്പെടട്ടെ. hamda bahasiyarana oh ramda maharajala magasi hamda rakhala chala rajana hamda rajale asi hamda rajana hamda bahasiyalara come on hamda rajana hamda lache asi hamda rajana rajana hai sakala adilai samdala arabam shakarai sakare oramda bahai sikhilai madhuni adhalabba badha come on alabba badane hamdala kare asi hamdala raja adhiraba asi hamdala raja നിന്റെ വീട്ടിൽ ദൈവപ്രവൃത്തി ഇന്ന് രാത്രി വെളിപ്പെടണം. നീ രാത്രി വീട്ടിൽ തിരിച്ചു ചെല്ലുമ്പോൾ ദൈവശക്തി വീട്ടിൽ വെളിപ്പെടുന്നത് അറിയണം. ആത്മാവിന്റെ ചൈതന്യത്തോടെ ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കണം. ആരാധനയുടെ വലിയൊരു അഭിഷേകം ഇന്ന് രാത്രി ഇറങ്ങണം. മിനിസ്ട്രിയുടെ അഭിഷിക്തന്മാർ മിനിസ്ട്രിയുടെ അടുത്ത ലെവലിലേക്ക് ഇന്ന് രാത്രി കയറണം. കാര്യം പരിശുദ്ധാത്മാവ് യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിൽ അയക്കുകയാ. Amdala rambaba lamdala rambaba lamdala rambaba ramda adamdala ramdala rambaba rambaba ramdala ramba asamdaram jala jala jare hey hamda bahai sakaraja bahari jala bamda arkala rache hamda bahara jana rai sakala come on dal bakara jala gada nilgai damana hamdal kamani regada bauda bamdal khada regada rachas ഈ ആരാധനയിൽ മിറക്കിൾ നടക്കട്ടെ, ഈ ആരാധനയിൽ വിടുതൽ നടക്കട്ടെ, ഈ ആരാധനയിൽ നിന്റെ രോഗക്കെട്ടുകൾ അഴിയട്ടെ. ഈ ആരാധനയിൽ അഭിഷിക്തന്മാരുള്ളതിനാൽ അവരുടെ മേൽ പകർന്ന അഭിഷേക ജനത്തിന്റെ വിടുതലിന് വേണ്ടി ഇന്ന് രാത്രി പകരപ്പെടട്ടെ യേശുവിന്റെ നാമത്താൽ. റബി അംദൽ ഖമനി റഗദ പ്രൗഷസ് യെസ് അടഞ്ഞു കിടക്കുന്ന വാതിലുകളെല്ലാം തുറക്കപ്പെടട്ടെ. യേശുവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന്
ഇന്ന് രാത്രി സ്തോത്രം ചെയ്യുകയാ. അവിടുത്തെ സാന്നിധ്യത്തിനായി സ്തോത്രം, അവിടുത്തെ കൃപകൾക്കായി സ്തോത്രം. ക്രൂശിന്റെ ശക്തിയെ ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ ഉയർത്തുകയാ. അപ്പാ, ഈ 4 ദിവസങ്ങളിലായി നടത്തപ്പെടുന്ന ഈ ആത്മീക ഉണർവ് അസാധാരണമായൊരു നിയോഗമായി മാറട്ടെ. പെരുങ്കടവിള ദേശത്തിന്റെ മുഖച്ഛായ മാറട്ടെ. മദ്യപാനികൾ യേശുവിലേക്ക് വരട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ. ഒരു വലിയ സൈന്യം പെരുങ്കടവിള ദേശത്ത് എഴുന്നേൽക്കട്ടെ. സഭകൾ ആത്മാക്കളെ കൊണ്ട് നിറയട്ടെ. ഞങ്ങൾ ഒരുമിച്ച് കൽപ്പിക്കുകയാ. ഇന്ന് രാത്രി ആരാധന വെളിപ്പെടുന്ന ഈ സമയം ജനത്തിൻ്റെ മേൽ പകരപ്പെടുന്ന ആത്മപകർച്ച ഈ ദേശത്ത് വെളിപ്പെടട്ടെ കർത്താവേ. എഫെസോസിൽ പോൾ ചെന്നപ്പോൾ ദേശാധിപതി കീഴടങ്ങിയതുപോലെ ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ ഈ ദേശത്തൊരു വിജയം ഞങ്ങൾ വിളംബരം ചെയ്യുകയാ. ആ 2 കരവും അല്പസമയം ചേർത്ത് അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം, സ്തോത്രം ചെയ്യാം, സ്തോത്രം ചെയ്യാം.